ഗലാത്യ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യം. സ്തോത്രം. അതുപോലെ പറയുന്നത് ഇങ്ങനെയാണ്: എന്നാൽ അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു. ആമേൻ. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ സഭയ്ക്ക് ഈ ലേഖനം എഴുതുമ്പോൾ ഒത്തിരി വിഷയങ്ങൾ ഇതിനകത്ത് പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണ് ഗലാത്യ ലേഖനം. എന്നാൽ ഈ വായിച്ച വാക്യം വെളിപ്പെടുത്തുന്നത് പൗലോസ് സഭയെ പഠിപ്പിക്കുന്ന ഒരു കാര്യം. സ്തോത്രം. ഇന്ന് ദൈവ മക്കൾക്ക് നേരെ ലോക മക്കൾ അല്ലെങ്കിൽ ആത്മാവിൽ ജനിച്ച ഒരു ദൈവ പൈതലിന് എതിരായിട്ട് ലോക മക്കൾ വെല്ലുവിളിക്കുന്നു, പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നു. അത് നിമിത്തം ദൈവമക്കൾ പല വിഷയങ്ങളിലും ഭാരം അനുഭവിക്കും എന്നുള്ള കാര്യമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ പുസ്തകത്തിൽ കാണാനിടയായി തീരുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവസന്നിധിയിലേക്ക് നമ്മൾ സ്തോത്രം. ആ വാക്യം നമുക്ക് ഒന്നുകൂടെ വായിക്കാവോ ആ ഭാഗം? അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു. തിരുവെഴുത്തോ എന്ന് പറയുന്നു: ദാസിയെയും മകനെയും പുറത്താക്കി കളയുക, ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോട് കൂടെ അവകാശിയാവുകയില്ല. സ്തോത്രം. ഇവിടെ പൗലോസ് പഴയ ചരിത്രം എടുത്ത് ഇവിടെ പറയുന്നൊരു കാര്യം, ദാസിയുടെ സന്തതി അല്ലെങ്കിൽ വാഗ്ദത്ത സന്തതി എന്ന് പറയുന്ന 2 കാറ്റഗറി അന്ന് അബ്രഹാമിനോടുള്ള ബന്ധത്തിലുണ്ടായിരുന്നു. വാഗ്ദത്തമായി ഇസഹാക്ക് ജനിക്കുമ്പോൾ ആ വാഗ്ദത്ത പ്രകാരം ജനിക്കുന്നതിന് ഘടകവിരുദ്ധമായിട്ട് അവിടെ ആരുണ്ട്? സ്തോത്രം. അവിടെ യാക്കോബ് സ്തോത്രം. അവിടെ സ്തോത്രം ഇസഹാക്ക് ആമേൻ. സ്തോത്രം. ദാസിയുടെ സന്തതിയാകുന്ന സ്തോത്രം. ഹല്ലേലൂയ. ഇസ്മായേൽ അല്ലേ ഉണ്ടായിരുന്നു. മറ്റത് ഹല്ലേലൂയ. മറ്റതാരായിരുന്നു? സ്തോത്രം. ഹല്ലേലൂയ. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്. അപ്പൊ ആരാണ്? സ്തോത്രം. ഇസഹാക്ക് ഉണ്ടായിരുന്നു. ഒരു ലൈനിൽ ഇസഹാക്ക് കടന്നു വരുമ്പോൾ മറുവശത്ത് അവിടെ സ്തോത്രം ഇസ്മായേലിന്റെ ഒരു റൂട്ട് അപ്പുറത്തൂടെ പോകുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോ ദൈവജനത്തിന് നേരെ പീഡനം എഴുന്നേൽപ്പിക്കുന്നത് അന്ന് ആ ചരിത്രത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ കണ്ട അതേ ചരിത്ര രംഗം ഇന്നും ആവർത്തിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. കരങ്ങൾ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽനേരം ഈ വചനം എടുക്കണമെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തമായിട്ട് ആലോചന പറഞ്ഞു. ഹല്ലേലൂയ. ഈ വചനം എടുക്കണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഈ വചനം ഇവിടെ വെളിപ്പെടുത്തുന്നത് ദൈവജനത്തിന് എതിരെ ലോകത്തിൽ ജഡത്തിൽ ജനിച്ചവൻ അന്ന് സ്തോത്രം ഇസഹാക്കിനെ ഉപദ്രവിക്കുവാൻ നിന്നതുപോലെ ഇന്ന് അഭിഷേകത്തിൽ ആത്മാവിൽ ജനിച്ച ദൈവ പൈതലിന് നേരെ സ്തോത്രം ഇന്നും അതേ ദുഷ്ടത, അതേ ഉപദ്രവം ഇന്നും നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽനേരം നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മൾ ഇന്ന് മനസ്സിലാക്കണം, സ്തോത്രം, ദൈവ മക്കൾക്ക് വേണ്ടി സ്വർഗം ശക്തമായിട്ട് ഇടപെടുന്നുണ്ട്. ആമേൻ. നമുക്ക് കണ്ണുകളടക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനാകുന്ന ദൈവമേ, സ്വർഗ്ഗത്തിലുള്ള പിതാവേ, ഇന്ന് പകൽനേരം അപ്പാങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം ഇവിടെ വെളിപ്പെടണമേ. വചനത്തെ മറയ്ക്കുന്ന എല്ലാ ഇരുട്ടിന്റെ ശക്തികളെയും വചനത്തെ മറയ്ക്കുന്ന പോരുകളെയും അന്യാരാധനയുടെ ശക്തികളെയും ക്രിസ്തുയേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ ഇന്ന് പകൽനേരം ഞങ്ങൾ ഒരുമിച്ച് ശാസിക്കുകയാണ്. എല്ലാ വെല്ലുവിളികളെയും ഇന്ന് പകൽനേരം സ്വർഗ്ഗം മാറ്റിക്കളയുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഓൺലൈനിലൂടെ കാണുന്ന എല്ലാ വ്യക്തികളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഇതിൽ ദൈവമക്കൾ ദൈവ കൃപ
പ്രാപിച്ച് അവരുടെ ആത്മീക ജീവിതത്തോട് വെല്ലുവിളിക്കുന്ന മേഖലകളിൽ നിന്ന് ഒരു വലിയ വിടുതൽ ഇന്ന് പകൽ നേരം വെളിപ്പെടുവാനും അതിലൂടെ പുറത്തു വരുവാനും നമ്മുടെ സ്വർഗം ഇന്ന് പകൽ നേരം ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ വാതിൽ ഇന്ന് പകൽ നേരം തുറക്കപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദാസിയുടെ സന്തതി വാഗ്ദത്ത പ്രകാരം ജനിച്ച മകനെ ഉപദ്രവിക്കുന്നത് പോലെ ഇന്ന് ആത്മപ്രകാരമുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് ഇന്ന് പകൽ സ്വർഗം ഇടപെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്തന്റെ അതിശയക്കാരം ഇന്ന് പകൽ നേരം ദൈവപ്രകൃത പൈതലിന് അനുകൂലമായി ഇറങ്ങി വരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം തന്നെ. നമ്മൾ ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ തന്നെ അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മളൊരു കാര്യം കാണാൻ ഇടയാവുന്നുണ്ട്. പൗലോസ് അപ്പോസ്തോലന്റെ രംഗപ്രവേശനത്തിന് മുമ്പ് പത്രോസ് അപ്പോസ്തോലൻ ഒരു കഷ്ടത്തിലൂടെ കടന്നു പോവുകയാണ്. അതിന്റെ 12-ാം അധ്യായം വെളിപ്പെടുത്തുന്നത് സുവിശേഷ ഘോഷണത്തോടുള്ള ബന്ധത്തിൽ പത്രോസിനെ അറസ്റ്റ് ചെയ്യുന്ന രംഗത്തിലേക്ക് അടുത്തു വരികയാണ്. എന്നാൽ ഇതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവമക്കളാകുന്ന നാം കർത്താവിന്റെ നാമം ധരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ പിശാചിന്റെ സന്തതികൾ പല വിധത്തിൽ വെല്ലുവിളികൾ എഴുന്നേൽപ്പിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ 12-ാം അധ്യായം നമ്മൾ കാണുന്നത് സ്തോത്രം. 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഹേരോദാവ് വാഴുകയാണ്. ഹേരോദാവ് വാഴുമ്പോൾ അവന്റെ വാഴ്ചയും അവന്റെ അധികാരം പിടിച്ചു നിർത്താൻ വേണ്ടി യഹൂദ ജാതിക്ക് അവരെ പ്രീതിപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ അവിടെ നടക്കണം. ചില പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ അവിടെ നടക്കണം. ആ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ നടന്നാൽ മാത്രമേ ഹേരോദാവിന്റെ സീറ്റ് അവിടെ ഉറയ്ക്കുകയുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ വായിക്കുമ്പോ അതിന്റെ 1 മുതൽ വായിച്ച 12-ന്റെ 1 മുതൽ ഒന്ന് വായിച്ചേ. ആ കാലത്ത് ഹേരോദാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി യോഹന്നാന്റെ സഹോദരനായ വായിച്ചേ. ഒരു ചേഞ്ച് വായിച്ചു. സ്തോത്രം. അവിടെ വായിക്കുന്നത് സ്തോത്രം ഹേരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. ശ്രദ്ധിക്കണം. സ്തോത്രം. ഇത് ഈ രാജാവ് സ്തോത്രം ദൈവ മക്കളെ പീഡിപ്പിക്കുവാൻ പല വിധത്തിൽ ഭാരപ്പെടുത്തുവാൻ സ്തോത്രം ഹല്ലേലൂയ അവന്റെ ദുഷ്ടത പ്രവർത്തിക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. കൈ നീട്ടി. ഇനി എന്താണ് അവൻ ചെയ്തത് കാണാം. വായിച്ചേ. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. അടുത്തത് ഇവിടെ ശ്രദ്ധിക്കണം. ഇവിടെ ലൂക്കോസ് ചരിത്രം എഴുതുമ്പോൾ സ്തോത്രം ഹേരോദാവിന്റെ ഈ പ്രവൃത്തി കണ്ട സ്തോത്രം യഹൂദന്മാർക്ക് വളരെ പ്രസാദമായി, യഹൂദന്മാർക്ക് വളരെ സന്തോഷമായി. എന്താ കാരണം? കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ച് ഇറങ്ങിയ ഒരുവനെ കൊന്നു, അല്ലെങ്കിൽ യഹൂദ മതത്തിന് നേരെ സംസാരിച്ചു, അവരുടെ പിതാക്കന്മാർക്കെതിരായി സംസാരിച്ചു. സ്വതം മോശയുടെ ന്യായപ്രമാണം ആചരിക്കേണ്ട, യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടും, അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളും ആചാരങ്ങളിൽ വീണ്ടും കുടുങ്ങണ്ട, അതുകൊണ്ട് യേശു ക്രിസ്തുവിൽ നീ വിശ്വസിച്ച് അവനിലേക്ക് നീ കണ്ണുകൾ ഉയർത്തിയാൽ നിന്റെ മേൽ കർത്താവ് തന്റെ കൃപ പകർന്നുകൊണ്ട് പാപത്തിന്റെ ശാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് നിനക്ക് വിടുതൽ ലഭിക്കും. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ മരണത്തോട് നീ ഏകീഭവിക്കുക. അതുകൊണ്ട് വെള്ളത്തിൽ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ ജന്മപാപത്തെയും കർമ്മപാപത്തെയും യേശു ക്രിസ്തുവിന്റെ ശരീരയാഗത്താൽ മാറ്റപ്പെടുമെന്ന് യെരൂശലേമിൽ കേട്ടപ്പോൾ അവിടെ അനേകർക്ക് ഇളക്കം വന്നു. ഹല്ലേലൂയ. അപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം കേൾക്കുമ്പോൾ അനേകർക്ക് ചലനമുണ്ടാവും. ഹല്ലേലൂയ. ചലനമുണ്ടാകണം. നമ്മുടെ ജീവിതം കൊണ്ട് മറ്റൊരുവരെ ചലിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ വേസ്റ്റാണ്. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതം കൊണ്ട് മറ്റൊരുവര് ചലനമുണ്ടാകും. ഹല്ലേലൂയ. അനേകർക്ക് സ്വന്തം ദൈവത്തിന്റെ വചനം പറയുന്നു, ചിലർ നിത്യ ലജ്ജയ്ക്കായും ചിലർ നിത്യ നിന്ദയ്ക്കായിട്ടും എവിടെ ചെല്ലും? സ്വർഗത്തിൽ ചെല്ലും. കാര്യം ഒരു ആയുസ് ഒന്നും ദൈവത്തിന് ഗുണപ്പെടാതെ, ഒരു മനുഷ്യനെ ചലിപ്പിക്കാതെ ആത്മീക ജീവിതം നയിക്കുവാനല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ചലനം ഉണ്ടാക്കുവാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്.
ഹല്ലേലൂയ. നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ തന്നെ നമുക്ക് സ്തോത്രം ഇവിടെ മടങ്ങി വരണം. എന്നാൽ അതിനിടയിൽ നമുക്ക് മറ്റൊരു ഭാഗം നമ്മൾ കേൾക്കാം. സ്തോത്രം ലൂക്കോസ് എഴുതിയ സുവിശേഷത്തില്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിന്റെ 10-ാം അധ്യായം ഞാൻ വായിച്ചപ്പോ എന്റെ ഉള്ളത്തോട് ഇടപെട്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. സ്തോത്രം. ആ 10-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം, 10-ാം അധ്യായം മുഴുവൻ നമ്മൾ ധ്യാനിക്കേണ്ടതാണെന്ന 10-ാം അധ്യായം 1-ാം വാക്യം അതിനകത്തൊരു മറഞ്ഞു കിടക്കുന്ന ഒരു കാര്യമുണ്ട്. പറയുന്ന കാര്യം എന്താ? അനന്തരം കർത്താവ് ആ വേറെ 70 പേരെ നിയമിച്ചു. ആ താൻ ചെല്ലുവാനുള്ള ആ ഓരോ പട്ടണത്തിലേക്കും ആ സ്ഥലത്തിലേക്കും ആ അവരെ തനിക്ക് മുമ്പായി ഈരണ്ടായി അയച്ചു. ആ അവരോട് പറഞ്ഞത്, നിർത്തിക്കേ. ആ വാക്യത്തിൽ മറഞ്ഞു കിടക്കുന്ന ഒരു സത്യമുണ്ട്. കർത്താവായ യേശു ക്രിസ്തു 70 പേരെ നിയമിക്കുകയാണ്. 70 പേരെ സെലക്ട് ചെയ്തിട്ട് പറയുക, നീ ഇന്ന പട്ടണത്തിലേക്ക് നിങ്ങൾ പോകണം. അവിടെ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് സ്തോത്രം അവിടെ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. എന്നാൽ ആ വാക്യത്തിൽ ശ്രദ്ധിക്കണം. അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. അടുത്തത്, താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുമ്പായി ഈരണ്ടായിട്ട് അയച്ചോട്ടെ. ഒരു കുഴപ്പമില്ല. അതിനർത്ഥം എന്താ വാക്യത്തിന്റെ അകത്ത്? കർത്താവ് ചെല്ലുവാനിരിക്കുന്ന പട്ടണത്തിലേക്കാണ് നിയോഗമുള്ളവരെ അയക്കുന്നത്. മനസ്സിലായോ? നമ്മെ ദൈവ സുവിശേഷ വേല എന്ന് പറയുന്നത് ദൈവം കടന്നു ചെല്ലുവാനിരിക്കുന്ന ദേശത്തിലേക്ക് ദൈവത്തിന്റെ സ്ഥാനാധിപതികളെ, അംബാസഡേഴ്സിനെ ഒന്നാമതായിട്ട് സ്വർഗം അയക്കും. ഹല്ലേലൂയ. ദൈവ നിയോഗപ്രകാരം കടന്നു ചെന്നെങ്കിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? എന്റെ പിന്നാലെ ഒരു വരുന്നുണ്ട്. എന്നെ അയച്ചവൻ എന്റെ പിന്നാലെ വരുന്നുണ്ട്. ഇന്ന് ഈ പകനരി ബംഗളൂരിൽ നിന്നുകൊണ്ട് എനിക്കും പറയാൻ ഒരു കാര്യമുണ്ട്. എന്നെ അയച്ചവൻ എന്റെ പിന്നാലെ ഈ ദേശത്തിലേക്ക് വരുന്നുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നിയോഗപ്രകാരം നിങ്ങൾ കടന്നു ചെല്ലുന്ന ഒരിടം, നിങ്ങളോട് പോകുവാൻ പരിശുദ്ധാത്മാവ് ഒരു ദേശത്തിലേക്ക് പറഞ്ഞാൽ, ഒരു ഇടത്തിലേക്ക് പരിശുദ്ധാത്മാവ് ചെല്ലണമെന്ന് പറഞ്ഞാൽ, അവിടെ നിങ്ങൾ ചെല്ലുമ്പോൾ അയച്ചവൻ പുറകെ വരുന്നുണ്ട്. ആമേൻ. അതുകൊണ്ട് മനസ്സിലാക്കണം, നിയോഗമുള്ള ശുശ്രൂഷയിലേക്ക് ജനത്തെ ചലിപ്പിക്കുന്ന പദ്ധതികളിലേക്കാണ് ഒരു അഭിഷിക്തനാകട്ടെ, ഒരു ദൈവമൈതല് സ്റ്റെപ്പ് വെക്കേണ്ടത്. ആമേൻ. ആ പദ്ധതിയിലേക്ക് സ്റ്റെപ്പ് വെക്കുമ്പോ സ്വർഗം അവിടെ ചായി ഇറങ്ങി വരുവാനായിട്ട് ഇടയായി തീരും. നിന്നെ അയച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് നിന്റെ പിന്നാലെ വരുന്നുണ്ട്. നിന്നെ ഏകനായിട്ട് വിടുന്ന പദ്ധതിയല്ല കർത്താവിനുള്ളത്. നിന്നെ അയച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് നിന്റെ പിന്നാലെ വരുന്നുണ്ട്. ഹല്ലേലൂയ. ഈ 70 പേരെ കണ്ടുകൊണ്ട് ചിന്തിക്കും, ഉമ്മാരെ കൊണ്ട് ഇവർ എന്ത് ചെയ്യാനാ, ഇവരെന്ത് ചെയ്യാനാ എന്ന് മാത്രം ചിന്തിക്കും. പക്ഷെ പുറകെ വരുന്നവനെ അങ്ങനെ അളക്കാൻ പറ്റത്തില്ല. അവൻ സകലത്തെയും പടച്ച പരിശുദ്ധ ദൈവത്തെയാണ് നീ അളക്കാൻ ചെല്ലുന്നത്. നിന്റെ ത്രാസും നിന്റെ കട്ടിയെല്ലാം കൂടെ പൊളിഞ്ഞ് നിലത്ത് കിടക്കും. മനസ്സിലാകുന്നു? അളക്കാൻ വരുന്നതിനോട് പറയാം, ഇന്ന് പകനേരം എന്റെ പിന്നാലെ വരുന്നു. നമ്മളെ അയച്ചവൻ നമ്മുടെ പിന്നാലെ വരുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നിയോഗത്തോടുകൂടെ നാം ഇന്ന് പകനേരം സ്റ്റെപ്പുകളെ വെക്കണം. നിയോഗത്തോടുകൂടെ സ്റ്റെപ്പുകളെ വെക്കുന്നെങ്കിൽ ദൈവം അതിശയങ്ങളെ പ്രവർത്തിക്കുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ഹേരോദാവ് ഇനി മടങ്ങി വരാൻ ഇവിടെ ഇനി എടുക്കണം. മറ്റൊരു ഭാഗത്തേക്ക് ഇനിയും വരണം. ആ അടുത്ത അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം ഒന്ന് വായിച്ചേ. ഹേരോദാവ് ചിലരെ പീഡിപ്പിക്കേണ്ടതിന്, സ്തോത്രം, ചിലരെ സഭയിൽ പീഡിപ്പിക്കേണ്ടതിന് കൈ നീട്ടി. എന്നിട്ട് അടുത്ത് വായിച്ചേ. സ്തോത്രം, കൊന്നു. കണ്ട് ആയിരുന്നു. കണ്ടോ? അപ്പൊ ഇവിടെ ഒരു കാര്യം മനസ്സിലായി. ജാതീയനാകുന്ന ഹേരോദാവ് യഹൂദന്മാരുടെ പ്രധാനപ്പെട്ട ആചാരമാകുന്ന പെസഹായൊക്കെ കഴിഞ്ഞ് അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ തീരുമാനിച്ചു. ശ്രദ്ധിക്കണേ, ഒരു ദൈവ പൈതലിനെ കൊണ്ട് ഹേരോദാവ് ജാതികൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനിരിക്കുക. ശ്രദ്ധിക്കണം, നമ്മെ പലർക്ക് ഗിഫ്റ്റ് ആക്കി വെക്കുന്നവനെ ദൈവം പിടിക്കാൻ പോവാ. മനസ്സിലാകുന്നുണ്ട്? നമ്മെ ഒരു ഗിഫ്റ്റ് ആക്കി പലരും കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അവരെ പിടിക്കാൻ പോവാ ദൈവം. ഹല്ലേലൂയ. ഇസ്തോത്രം. അവിടെ പറയുന്ന കാര്യം എന്താണ്? യഹൂദന്മാരെ ഒന്ന് പ്രസാദിപ്പിക്കണം. എപ്പോഴാ പ്രസാദിപ്പിക്കണം? ഇപ്പോഴല്ല, പിന്നെ എപ്പോഴാ? പെസഹ കഴിഞ്ഞിട്ട്. അപ്പൊ പെസഹാടെ സന്തോഷവും ആകും,
അതിന്റെ കൂടെ ഹേരോദാവിന്റെ സമ്മാനവും കൂടെ ആവുമ്പോ അവരുടെ സംഘം, പിന്നെ ഞാൻ ഒന്നും പറയണ്ട. സോ അത് അവര് തന്നെ ഇങ്ങോട്ട് ചെയ്തോളും, അല്ലെ? എന്തുകൊണ്ട് അനുസരിച്ചോളൂ, എന്താ അവരെ പ്രസാദിപ്പിക്കാനുള്ള കാര്യങ്ങള്. സോ അത് ആദ്യം അവിടെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ തന്നെ അവര് കേട്ടോളും, തന്നെ അവർ വിശ്വസിച്ചോളും. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ആ ഭാഗം ഒന്ന് വായിച്ചേ. അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു? ആ ആ ആ ആ ആ ആ ബന്ധിക്കപ്പെട്ടവനായി ഇവിടെ ശ്രദ്ധിക്കണം. ഇവിടെ സാധ്യതകൾ നഷ്ടപ്പെടുന്ന അനുഭവത്തിലേക്ക് ചെല്ലും. നിയോഗത്തോടു കൂടിയാണോ ഇറങ്ങുന്നത്, അതിന്റെ മുമ്പിൽ ശൂന്യതകൾ പലപ്പോഴും നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നൃത്തം ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? നിയോഗത്തോടുകൂടെ നടക്കുന്നവന് മാത്രമേ ദൈവമഹത്വം കാണാൻ കഴിയത്തുള്ളൂ. കാരണം നമ്മൾ ഇന്ന് മകൾ നിയോഗത്തോട് നടക്കണം. ദൈവം എന്തു പറഞ്ഞ അത് ചെയ്യണം. ദൈവം എന്താണോ പറഞ്ഞത് അത് ചെയ്യണം. ഹല്ലേലൂയ. അവിടെ ഹേരോദാവിന്റെ പ്ലാൻ അല്ല നടക്കേണ്ടത്, യഹൂദന്മാരുടെ പ്ലാൻ അല്ല നടക്കേണ്ടത്. നമ്മെ വിളിച്ച് രക്ഷിച്ച് ഉദ്ദേശങ്ങളും നിയോഗങ്ങളും ദർശനങ്ങളും നന്ദി നിർത്തിയവന് വേണ്ടി നിൽക്കണം. അത് വേറെ. മനസ്സിലാവുന്നുണ്ടോ? അനേകര് ആ ട്രാക്കിലൂടെ പോകാത്തോടെ ഇന്ന് ദൈവപ്രവൃത്തി കാണാത്തത്. അതല്ലേ പണ്ട് ദൈവദാസൻ ഒരിക്കൽ പറഞ്ഞ്, ഞാൻ ചോദിച്ചു, നമുക്ക് വിശ്വാസത്തോടുകൂടെ നമുക്കൊരു കാര്യം ചെയ്താൽ തന്നെ എടുത്ത വായനോട് പറഞ്ഞു അതൊക്കെ പണ്ടായിരുന്നു, ഇന്ന് പണം എടുത്തു വെക്കാതെ ഒന്നും കാര്യം നടക്കത്തില്ല. അപ്പൊ ഞാൻ ചിന്തിച്ച്, എവിടെയാ വിശ്വാസം ഇരിക്കുന്നത്? മനസ്സിലാക്കണം, നിയോഗത്തിലൂടെ ജീവിക്കാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും ദൈവിക നിയോഗങ്ങളെ ഗ്രഹിക്കാൻ കഴിയത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അതായത് ദൈവിക നിയോഗത്തിലൂടെ സ്റ്റെപ്പ് വെച്ച് പരിചയമില്ലാത്തൊരു വ്യക്തിയോട് വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞാൽ ആ വ്യക്തി കേൾക്കത്തില്ല. അങ്ങനെയുള്ളവരെ ഒഴിയണം. എന്നാൽ നിയോഗത്തോടുകൂടെ നാം സ്റ്റെപ്പ് വെക്കണം. ദൈവത്തിന് ചിലത് ചെയ്യാനുണ്ട്. ഹല്ലേലൂയ. മനസ്സിലാക്കണം, എന്താണ് നമുക്ക് വില പറയുന്ന നേരങ്ങൾ ജീവിതത്തിൽ കടന്നു വരും. നമ്മളെ തൂക്കി നോക്കുന്ന രംഗങ്ങൾ കടന്നു വരും. ഇന്ന് ആരംഭത്തിൽ പ്രാർത്ഥിച്ചപ്പോ പരിശുദ്ധാത്മ വ്യക്തമായിട്ട് ബേൽസെസറിനെ കാണിച്ചു. അവൻ തൂക്കി നോക്കി, അല്ലെ? അവന്റെ കരത്തിലെല്ലാം കൂടെ ഇരിക്കുന്ന പാത്രം എല്ലാം കൂടെ എടുത്ത് തൂക്കി, എന്നിട്ട് അതിന്റെ അടുത്ത് മദ്യം ഒഴിച്ച് എല്ലാരും കൂടെ കുടിച്ച് മത്തരായിത്തീരുന്നു. അത്രയും കാണുന്നത് അത് ദൈവപ്രവൃത്തിയെ അളന്നോ, അടുത്തത് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. മനസ്സിലാവുന്നത്? എവിടെയെങ്കിലും ദൈവപ്രവൃത്തി ഒരുവൻ അളന്നിട്ടുണ്ടെങ്കിൽ ദേശമാകട്ടെ രാജ്യമാകട്ടെ ദൈവത്തിന്റെ സന്ദർശനോടെ വെളിപ്പെടും. കരങ്ങളൊരു ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവ സന്നിധിയിൽ നമ്മൾ വരുമ്പോൾ തിരിച്ചറിയണം, ലോക മനുഷ്യന്റെ ഐഡിയ അനുസരിച്ചല്ല ദൈവ വൈദ്യുതി പോകേണ്ടത്. ഹല്ലേലൂയ. എന്നാൽ ആ വാക്യം നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ അവിടെ വായിക്കുന്ന എന്താണ്? പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അടുത്തത് അറയിലൊരു വെളിച്ചം പ്രകാശിച്ചു. അടുത്തത് വിലാപ്പുറത്ത് തട്ടി. അടുത്തത് ഉണർത്തി. ശ്രദ്ധിക്കണം, ഒരുവൻ അവന്റെ ചിന്ത അവന്റെ ചുറ്റുമുള്ള സാഹചര്യം അവനോട് പറയുന്നു, നാളെ നിന്റെ അവസാനമാണ്. നിനക്ക് എതിരെ നിൽക്കുന്നവർ നിസാരരല്ല, രാജ്യത്തിന്റെ അധിപതികളാണ്. പ്രബലമായ മതം നിനക്കെതിരാണ്. പ്രബലമായ മതത്തിൽ ഉള്ള ജനത്തെ പ്രസാദിപ്പിക്കാൻ ഹേരോദാവും യഹൂദന്മാരും നിന്റെ നാശത്തിന്റെ വിഷയത്തിൽ ഒന്നിച്ചു നിൽക്കുകയാണ്. ശ്രദ്ധിക്കണം, അപ്പോസ്തലന്റെ നാശത്തിന് ഹേരോദാവും സ്വതം അതുപോലെ കൂടെ നിൽക്കുന്ന ഈ ജാതികളും കൂടെ ഒരുമിച്ച് നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഹേരോദാവും യഹൂദന്മാരും ഒറ്റക്കെട്ടായി. എന്തിന്? ദൈവത്തിന്റെ അഭിഷിക്തനെ നശിപ്പിക്കുവാൻ അവർ ഒറ്റക്കെട്ടായി. ഞാൻ ഇന്ന് പകൽനേരം ഒരു കാര്യം പറയാം, ദൈവ പ്രവൃത്തിയാണോ വെളിപ്പെടുവാനുള്ളത്? നിനക്കെതിരെ ആരെതിര് നിന്നാലും ശരി, ദൈവിക നിയോഗമാണെങ്കിൽ നിയോഗം നടക്കും. ശത്രുക്കളെ സ്വർഗം നീക്കിക്കളയും. കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രതിസന്ധിയെ കണ്ട് ഭാരപ്പെടരുത്. നിങ്ങളുടെ പ്രതിസന്ധി നോക്ക്, നിങ്ങൾ പറയണം, ഞാൻ നിയോഗത്തോടു കൂടി ഇതിനകത്ത് വന്നിരിക്കുന്നതാണ്. ദൈവത്തിന്റെ പദ്ധതി എന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിലുണ്ട്, എന്റെ ഭാവിയോടുള്ള ബന്ധത്തിൽ ദൈവം പദ്ധതി ഇട്ടിട്ടുണ്ട്. ശത്രുവാകുന്ന പിശാച് നിനക്ക് എന്റെ മേൽ ഒന്നും ചെയ്യുവാനില്ല. എനിക്ക് നേരെ ഹേരോദാവേ, നിന്റെ കൂടെ രാജ്യം മുഴുവനുണ്ടെങ്കിലോ സ്വർഗത്തിലെ സ്വന്തം ഉന്നതന് മീതെ അത്യുന്നതം വാഴുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ?
ഉന്നതന് മീതെ അത്യുന്നതം വാഴുന്നുണ്ട്. ഹല്ലേലൂയ. അന്ന് നമ്മൾ തിരിച്ചറിയണം അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. അടുത്തത് വായിച്ച് തട്ടി ഉണർത്തി. അടുത്തത് വീണുപോയി പറഞ്ഞു. സ്തോത്രം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ദൂതൻ എവിടെ ഇറങ്ങി? കാരാഗ്രഹത്തിൽ, അല്ലെ, ജയിലിന്റെ അറയിൽ ഇറങ്ങി. ഞാൻ ചോദിക്കട്ടെ, എവിടെ ഏത് സാഹചര്യത്തിലാണ് ദൂതൻ ഇറങ്ങി വരുന്നതെന്നറിയാം? രാജ്യം എതിരാകുമ്പോൾ, നിയമങ്ങൾ എതിരാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു മനുഷ്യനും ഇല്ലാതെ വരുമ്പോഴാണ് ദൂതനെ സ്വർഗത്തിലെ ദൈവം പറഞ്ഞയക്കുന്നത്. നമ്മൾ കർത്താവിന്റെ യേശുക്രിസ്തുവിന്റെ ജനന സമയത്തിൽ മറിയോടുള്ള ബന്ധത്തില് സ്തോത്രം ഗബ്രിയേലിനെ സ്വർഗീയ പിതാവോട് അയക്കുകയാണ്. ഗബ്രിയേലിന്റെ വന്ദനസ്വരം കേട്ടു, നിയോഗിക്കപ്പെടും. അതുപോലെ തന്നെ പറഞ്ഞു ഇത് എപ്പോൾ സംഭവിക്കുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അത്യുന്നതൻ നിന്റെ മേൽ നിഴലിടും. ഹല്ലേലൂയ. അങ്ങനെ നിയോഗത്തോടുകൂടി അവിടെ കടന്നു ആ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി. അടുത്തത് ദൂതൻ ഇറങ്ങിയ ഒരു രംഗമുണ്ട്. എപ്പോഴാ? ഒന്ന്, സ്തോത്രം, കർത്താവായ യേശു ക്രിസ്തുവിനെ മരിച്ച് അടക്കി 3-ാം നാൾ കല്ലറകളെ സ്തോത്രം ഭേദിച്ച് പുറത്തു വരേണ്ടതിന് കല്ലറയുടെ വാതില് അല്ലെ വലിയ കല്ല് ഉരുട്ടിക്കളയേണ്ടതിന് ദൂതൻ ഇറങ്ങിയാണ് കല്ല് ഉരുട്ടിക്കളയുന്നത്. ഹല്ലേലൂയ. എന്നാൽ രൂപാന്തരപ്പെടുത്തുന്നത് സ്വർഗീയ പിതാവാണ്. തന്റെ ഏകജാതന്റെ മർദ്യ ശരീരത്തെ സ്വർഗീയ പിതാവ് സ്തോത്രം തേജസ്സുള്ള ശരീരത്തിലേക്ക് ഉയർപ്പിച്ചു. ഹല്ലേലൂയ. എന്നാൽ മനുഷ്യർ അടച്ചു വെച്ച കല്ലിനെ ഉരുട്ടി നീക്കേണ്ടതിനാണ് സ്തോത്രം സ്വർഗത്തിൽ നിന്ന് ദൂതനെ സ്വർഗീയ പിതാവ് അയക്കുവാനിടയായി തീർന്നത്. അപ്പൊ എല്ലാ പ്രവർത്തികളുടെ പിന്നിലും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു, നമ്മൾ ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മറ്റൊരു ഭാഗം നമ്മളൊന്ന് വായിക്കണം. സ്തോത്രം. മറ്റൊരു ഭാഗത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഭാരപ്പെട്ട്, അതായത് തന്റെ താൻ ക്രൂശിക്കപ്പെടുവാൻ പോവുകയാണ്. ക്രൂശിക്കപ്പെടുന്നതിന്റെ അന്തരീക്ഷത്തിലേക്ക്, ആ രംഗത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സ്തോത്രം കർത്താവ് വളരെ ഭാരപ്പെട്ട് സ്തോത്രം അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു രംഗമുണ്ട്. അതിന്റെ 22-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 22-ാം അധ്യായം അതിന്റെ 42-ാം വാക്യം മുതൽ ഒന്ന് വായിച്ചേ. ലൂക്കോസ് സുവിശേഷം 22-42 മുതൽ. കിട്ടിയവർ വായിച്ചോ? പിതാവേ, ഞാൻ വായിക്കാം, കിട്ടിയവർ ഇനി അടുത്ത വാക്യങ്ങൾ വായിക്കണം. പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ. അടുത്തത്, എങ്കിലും എന്റെ ഇഷ്ടമല്ല സ്തോത്രം നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പറഞ്ഞു. അടുത്ത വാക്യം ശ്രദ്ധിക്കണം. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നും ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. സ്തോത്രം. പിന്നെ അവൻ പ്രാണവേദനയിലായി എന്ന് പറഞ്ഞ എന്ത് മനസ്സിലായി? സ്തോത്രം. പുത്രനാകുന്ന യേശു കർത്താവ് പിതാവിന്റെ സന്നിധി പറയുകയാണ്, കഴിയുമെങ്കിൽ ഈ ക്രൂശീകരണം എന്നിൽ നിന്നും മാറ്റണമേ. ജഡത്തിന്റെ ബലഹീനത. പുത്രനാകുന്ന യേശു ക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. പൂർണ്ണ മനുഷ്യൻ അടുത്ത നേരങ്ങളിൽ ക്രൂശിക്കപ്പെടുവാൻ പോവുകയാണ്. അതുകൊണ്ട് പൂർണ്ണ മനുഷ്യൻ നമ്മളെപ്പോലെ ജഡത്തിൽ സകലത്തിലും ബലഹീനത അനുഭവിച്ചവനാണ്. അത് വെളിപ്പെടുന്ന ഒരു വാക്യമാണ്. അതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തു ആ കഷ്ടം സഹിച്ചപ്പോൾ സ്തോത്രം താൻ ജഡത്തിന്റെ ബലഹീനതയിലായിരുന്നപ്പോഴാണ് സ്വർഗീയ പിതാവ് ഒരു ദൂതനെ എവിടെ അയച്ചു? സ്തോത്രം. തന്റെ പ്രാർത്ഥന രംഗമാകുന്ന തോട്ടത്തിലേക്ക് സ്വർഗീയ പിതാവ് അയക്കുവാൻ ഇടയായിത്തീർന്നു. ദൂതൻ വന്ന് പുത്രനെ ബലപ്പെടുത്തിയതിന്റെ റിസൾട്ടാണ് അടുത്ത വാക്യത്തിൽ കാണുന്നത്. എന്താ സംഭവിച്ചത്? പിന്നെ അവൻ പ്രാണവേദനയിലായി. അത് കാരണം എന്താ? കഴിയുമെങ്കിൽ കർത്താവ് ഇത് എന്നിൽ നിന്ന് നീക്കണമെന്ന് പറഞ്ഞവൻ പിന്നീട് അത് പറഞ്ഞില്ല. കാര്യം പിതാവിന്റെ പദ്ധതിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് പുത്രൻ പ്രാണവേദനയിലായത്. മനസ്സിലാക്കണം. പ്രാണവേദനയിലായപ്പോ പുത്രനാകുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പിതാവിന്റെ പദ്ധതി പുത്രനാകുന്ന യേശുവിന്റെ അടുക്കിലേക്ക് വന്ന് ദൂതൻ മുഖാന്തരം പറഞ്ഞു.
എന്നാൽ ഞാൻ ചോദിക്കണം, കർത്താവായ യേശു ക്രിസ്തു തന്റെ എല്ലാ വിഷയങ്ങളും സ്വർഗത്തിലെ പിതാവിനോട് നേരിട്ട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. എന്നാൽ പുത്രന്റെ ജഡത്തിന്റെ ബലഹീനത, പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ പൂർണ്ണ മനുഷ്യന്റെ ബലഹീന ശരീരത്തിന്റെ മരണത്തെ മുന്നമേ കണ്ടപ്പോൾ ഇത് കഴിയുമെങ്കിൽ നീക്കണമേ, മരണം ആസ്വദിക്കാൻ പോകുകയാണ്, അതുകൊണ്ട് കഴിയുമെങ്കിൽ നീക്കണമേ എന്ന് പറഞ്ഞപ്പോൾ ദൂതൻ ഇറങ്ങി പുത്രനെ കുറിച്ചുള്ള പിതാവിന്റെ അനാദി നിർണയത്തെ കുറിച്ച് വെളിപ്പെടുത്തി. അവന്റെ ശരീരത്തിലൂടെ വെളിപ്പെട്ടും രക്ഷിക്കപ്പെട്ടും വരേണ്ട വലിയൊരു ദൈവ സമൂഹത്തെ സ്വന്തം തേജസ്സിലേക്ക് നടത്തുന്നവനാകും നീ. അതുകൊണ്ട് രക്ഷാനായകൻ കഷ്ടാനുഭവങ്ങളെ തികഞ്ഞവരായി തീരണം. അതുകൊണ്ട് നീ ഈ കഷ്ടതകളെ നീ ഏറ്റെങ്കിൽ മാത്രമേ നിന്നിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവരാജ്യം പ്രാപിക്കത്തുള്ളൂ. പാപത്തിന് കീഴിൽ കിടക്കുന്ന സഹോദരവർഗങ്ങൾ തേജസ്സിലേക്ക് നടത്തപ്പെടണമെന്നുണ്ടെങ്കിൽ നീ മരണത്തിന്റെ അധികാരിയായി പിശാചിനെ നിന്റെ മരണത്താൽ നീക്കണമെന്ന് ദൂതൻ ഇറങ്ങി പുത്രനോട് പറയുന്നതിന് പുത്രനാകുന്ന യേശു ക്രിസ്തു വചനത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ഈ വെളിപ്പാട് നമ്മുടെ ജീവിതത്തിലും വരണം. ഹല്ലേലൂയ. അപ്പോൾ ദൂതൻ ഇറങ്ങുന്നത് അസാധാരണമായ കാര്യങ്ങൾ ചെയ്യേണ്ടതിനാണ് ദൂതൻ ഇറങ്ങുന്നത്. ഹല്ലേലൂയ. അസാധാരണമായ കാര്യങ്ങൾ. അനേകര് കൂട്ടി ഉരുട്ടി വെച്ച കല്ല് അവർ തന്നെ തിരിച്ചിറക്കിയാൽ മതി. പക്ഷേ അവിടെ ഒരു പടയാളി അനങ്ങത്തിന്റെ കാര്യം ഇറങ്ങി വന്ന ദൂതനെ കണ്ടപ്പോൾ ഈ ഇരുന്ന പടയാളികൾ മരിച്ചവരെ പോലെയായി തീർന്നു. അവർക്ക് കല്ല് പോയിട്ട് നിലത്തുനിന്ന് ആ വലിയ ഒരു കല്ല് ഉരുട്ടിക്കളണം. നിലത്ത് കിടക്കുന്ന ഒരു പൊടി പോലും എടുക്കാനുള്ള ജീവൻ അപ്പൊ ആ നേരത്തെ അവർക്കില്ല. ദൈവപ്രവൃത്തി കാണുമ്പോൾ ദൈവപ്രവൃത്തിക്ക് നേരെ നിന്നവരൊക്കെയും അവിടെ വിറയ്ക്കും. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് നമ്മൾ ഭാരപ്പെടരുത്. ദൈവപ്രവൃത്തിക്ക് നാം ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ വായിച്ച സ്തോത്രം അതിന്റെ 10-ാം അധ്യായമാണ് നമ്മൾ വായിച്ചത്. 10-ാം അധ്യായത്തിൽ തന്നെ അതിന്റെ 17-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. സ്തോത്രം. 10:17 ഒന്ന് വായിച്ചാട്ടെ. വേഗം വായിക്കും. ഗ്യാപ്പിടാതെ. ആ 70 പേര് സന്തോഷത്തോടെ മടങ്ങി വന്നു. എന്ന് പറഞ്ഞു. കണ്ടു. അപ്പൊ ഒരു കാര്യം ഞാൻ പറയാം, ദൈവം നിയോഗിച്ചവർക്ക് മാത്രമാണ് പിശാച് കീഴടങ്ങുകയുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? നിയോഗിക്കപ്പെട്ടവർക്കും മാത്രമാണ് പിശാച് കീഴടങ്ങുകയുള്ളൂ. ആമേൻ. അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് അവന്റെ കൃപ പ്രാപിച്ചവർക്ക് സ്തോത്രം. ഹല്ലേലൂയ. അവര് തീരുമാനിക്കും പിശാച് പോണോ, നിക്കണോ, ചാടണോ, പറക്കണോ എന്നുള്ളത്. സ്വർഗത്തിൽ നിന്ന് തന്റെ പുത്രനെ ആർക്കു വേണ്ടിയാണോ അറുത്തത്, ആർക്ക് വേണ്ടിയാണോ അവൻ പ്രായശ്ചിത്തമായി തീർന്നേ, അവര് തീരുമാനിക്കും. ഈ ദേശത്തിലെ കാര്യം തീരുമാനിക്കുന്നത് ആരാ? ദൈവമക്കളാകുന്ന നാം. കാര്യം പിശാച് എവിടെ പോകണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. നമ്മുടെ സാന്നിധ്യം കാണുമ്പോഴേ പിശാച് അടറും. മനസ്സിലാവുന്നുണ്ടോ? നമ്മളിൽ ഇരിക്കുന്നവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. നമ്മൾ തമ്മിൽ നോക്കിയിട്ടോ നമുക്ക് എന്നാ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ആ രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. പിന്നെ എങ്ങനെയാണ്? നമ്മളിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ വരുമ്പോൾ നമ്മളിലെ ദൈവ സാന്നിധ്യം പൈശാചിക മണ്ഡലം തിരിച്ചറിയും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നമ്മൾ സ്റ്റെപ്പുകളെ വെക്കണം. ദൈവ മക്കളാണെങ്കിൽ നമ്മൾ പോകുന്നിടത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരും. ഇനി നമ്മൾ ഈ വിഷയം നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന്റെ പദ്ധതി. ഹല്ലേലൂയ. ദൈവത്തിന് പ്രിയപ്പെട്ടതിനെ ദൈവം രക്ഷിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇനി ചില വിഷയങ്ങളൊക്കെ നമുക്ക് ഇറങ്ങാം. എന്നോട് പരിശുദ്ധാത്മാ മറ്റൊരു ഭാഗം എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പുറപ്പാട് പുസ്തകത്തിലേക്ക് പോവാം. പുറപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ പുറപ്പാട് പുസ്തകത്തില് ഹല്ലേലൂയ 2-3 വിഷയം ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെട്ടു. ഞാൻ ഇന്ന് പകൽ നേരം അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകത്തില് അതിന്റെ 5-ാം അധ്യായം മോശേനെ തന്റെ 80-ാമത്തെ വയസ്സിൽ സ്വർഗീയ പിതാവ് മരുഭൂമിയിൽ നിന്ന് മിദ്യാനിൽ നിന്ന് വീണ്ടും വിളിച്ചു കൊണ്ടുവരികയാണ്. അവിടുന്ന് കൊണ്ടുവന്ന നിയോഗത്തോടുകൂടി മിസ്രൈമിലേക്ക് ഇസ്രായേൽ ജനത്തിന്റെ ഇടയിലേക്ക് സ്വർഗീയ പിതാവ് മോശെ അയക്കുകയാണ്. നിയോഗത്തോടുകൂടി. ഇനി ശ്രദ്ധിക്കണം കേട്ടോ. നിയോഗത്തോടുകൂടെ നാം സ്റ്റെപ്പ് വെച്ചാൽ
ദൈവപ്രവൃത്തി വെളിപ്പെടും. പക്ഷെ ഇതിന്റെ ഇടയിൽ നിയോഗിക്കപ്പെട്ടവനെ അതിന് യോഗ്യമാക്കുന്ന എന്താണെന്നറിയാവോ? സ്തോത്രം, വൈരികൾ അവരെ അവിശ്വസിക്കും, മോശനെ അംഗീകരിക്കാതിരിക്കും. നമുക്ക് ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 5-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിക്കാം. അതിന്റെ ശേഷം മോശയും അഹരോനും ചെന്ന് കഴിക്കേണ്ടതിന് എന്ന് പറയും. ഇപ്പോ കാലഘട്ടം എത്രയാണ്? 430 വർഷം തികഞ്ഞു. 400 വർഷത്തെ പ്രവാസം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടും 30 വർഷം കൂടുതൽ മുമ്പോട്ട് പോയി. 400 വർഷം കൊണ്ട് പരിപാടി തീരേണ്ടതായിരുന്നു. പക്ഷെ ഇപ്പൊ 430 വർഷം, 30 വർഷം കൊണ്ട് അടിമ ജീവിതം ഇസ്രായേൽ മക്കൾക്ക് മുമ്പോട്ട് പോവുകയാണ്. ഈ ഇസ്രായേൽ മക്കളെ നാം നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടൊരു കാര്യമാണ്. സ്തോത്രം, ഇവർക്ക് എന്തുകൊണ്ടാണ് പെസഹ ആചരിച്ചേ? വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് പെസഹ ആചരിച്ചതിന് പിന്നിലെ കാര്യം. സ്തോത്രം, ഇവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ചവിട്ടി പശമണ്ണ് സ്തോത്രം ഇഷ്ടികയായി ചുട്ട്, അതുകൊണ്ട് സ്തോത്രം അവിടെ ഗ്രാനറി അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഗ്രാനറിക്ക് എന്താ മലയാളത്തിൽ പറയുന്നത്? സ്തോത്രം 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 എല്ലാ സംഭരണശാല ഉണ്ടാക്കി റിസർവ് ചെയ്ത് വെക്കുന്നത്. എന്താണ് പറയുന്നത്? ഗോഡൌൺ ഉണ്ടാക്കി. അത്രയും ചിന്തിച്ചാൽ മതി. ഇതാണ് ഉദ്ദേശിച്ചത് അവര്. അപ്പൊ ഈ ഗോഡൌൺ ഉണ്ടാക്കി അല്ലെങ്കിൽ ഈ പശമണ്ണ് സ്തോത്രം അത് ചുട്ട് ഇഷ്ടികയാക്കി അതുകൊണ്ട് പണിയുകയാണ്. അതിനെന്തൊക്കെ വേണം? വെള്ളം വേണം, വൈക്കോല് വേണം. വൈക്കോല് വെട്ടിക്കൊണ്ടുവന്ന അതുകൊണ്ടും സ്തോത്രം എവിടെ കൊണ്ടിടും? കളിമണ്ണിന്റെ അകത്തിട്ട് അത് ചവിട്ടി അത് പദമാക്കി അത് എടുത്തു വെച്ചാണ് ഇഷ്ടിക ഉണ്ടാക്കുന്നത്. ഈ അവസ്ഥയില് ഈ ജനം 400 വർഷമായിട്ട് ഇതാ പരിപാടി. 400 വർഷം തലമുറയായിട്ട് ഇപ്പോ ഇവരുടെ ഡ്യൂട്ടി എന്താണ്? ഇത് ചവിട്ടി പദം വരുത്തി അല്ലെ ചവിട്ടി കുഴച്ച് ഇതുകൊണ്ട് ഇഷ്ടിക ഉണ്ടാക്കി അവിടെ മിസ്രൈമിനെ സേവിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 400 വർഷമായി, 430 വർഷമായി ഇവരുടെ അസ്ഥികളും ശരീരമെല്ലാം സ്തോത്രം അത്രത്തോളം മെലിഞ്ഞു ഉണങ്ങി വല്ലാത്ത ഒരു അവസ്ഥ മുമ്പോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് അവർക്ക് ആ നിലവാരത്തിലുള്ള ഒരു നിയോഗം കൊടുത്ത് പെസഹ ആചരിക്കുമ്പോൾ ഇവർ ആദ്യമായിട്ട് എന്ത് ചെയ്യുവാണ്? മാംസം കഴിക്കുമ്പോൾ ഇവർ ശക്തി പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. പെസഹയുടെ ഒരു പ്രധാന സ്തോത്രം നമ്മുടെ ശരീരത്തോടുള്ള ബന്ധത്തിൽ ചെയ്ത് ദൈവം ചെയ്തൊരു കാര്യമാണ്. അടുത്ത നാളുകൾ ഇവർ യാത്ര ചെയ്യുമ്പോൾ അവരുടെ ശരീരത്തിന് ബലം വേണം. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഇവിടെ ഒരു കാര്യം പറയാം. ആരംഭ ദശയിൽ ദൈവം ചില പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തെങ്കിലും നമ്മൾ യാത്ര ചെയ്ത് പ്രയാണത്തിലേക്ക് ചെല്ലുമ്പോൾ ആരംഭത്തിൽ നടന്ന പ്രാർത്ഥനയല്ല, ആരംഭത്തിലെ ഉപവാസമല്ല, ആരംഭത്തിലെ അനുഭവമല്ല, ഈ സ്റ്റേജുകൾ മാറിക്കൊണ്ടിരിക്കും. ദൈവത്തിന്റെ ഇടപെടൽ മാറിക്കൊണ്ടിരിക്കും. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ പറയുന്ന നമ്മളെല്ലാം പറയുന്ന ആദ്യ നാളുകൾ ആ പ്രാർത്ഥിച്ചതുപോലെ അങ്ങനെയല്ല. അപ്പൊ നമ്മൾ പറയുന്ന ആ നാള് കൊള്ളാം, ഈ നാളുകൾ കൊള്ളത്തില്ല. നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, ആ സമയം കൊള്ളാം, ഈ കാലഘട്ടം കൊള്ളത്തില്ല. അങ്ങനെയല്ല. ഈ നാളുകളിൽ ദൈവം ഉദ്ദേശിക്കുന്ന നിലവാരത്തിൽ നമ്മളെ ദൈവം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇസ്രായേൽ പ്രയാണം നമ്മൾ മനസ്സിലാക്കണം. അവര് സ്തോത്രം ചെങ്കടല് കടന്നൊക്കെ കയറി യാത്ര ചെയ്ത് സ്തോത്രം കടന്നു വന്ന് ഏതാണ്ട് അവര് 36,000 മൈലാണ് അവർ യാത്ര. 36,000 മൈല് 40 വർഷം കൊണ്ട് ഒരു ദിവസം 3 മൈലാണ് അവർ യാത്ര ചെയ്യുന്നത്. അതിൽ കൂടുതൽ യാത്ര ചെയ്താൽ അവരിലെ മൃഗങ്ങളും മനുഷ്യരും കുഞ്ഞുങ്ങളെല്ലാം മരിക്കാൻ സാധ്യത വരും. അതുകൊണ്ട് ഒരു ദിവസം 3 മൈൽ ദൂരത്തിലാണ് ഇവർ യാത്ര ചെയ്തത്. അങ്ങനെ 40 വർഷം ആമേൻ ഇവർ യാത്ര ചെയ്ത് വരികയാണ്. അപ്പോൾ ഈ ചരിത്രങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ വളരെ അതിശയപ്പെട്ടു പോകും. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ ഫറവോന്റെ മുമ്പിൽ നിന്ന് വരുന്നതിന് മുന്നേ ഈ ഫറോ സ്തോത്രം മോശയുമായിട്ടുള്ള സമ്പർക്കം അവിടെ വരിക. അവിടെ നിന്ന് ഒരു സംസാരം നടക്കുകയാണ്. ആ കോൺവെർസേഷൻ അവിടെ പറയുന്ന കാര്യം എന്താണ്? അതിന് ഫറവോൻ എന്ത് പറയുന്നു? ഇസ്രായേൽ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു. എന്താ കൽപ്പിച്ചത്? സ്തോത്രം, എനിക്ക് ഉത്സവം കഴിക്കേണ്ടതിന് എന്റെ ജനത്തെ വിട്ടയക്കണം എന്നിപ്രകാരം ഇസ്രായേലിന്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. 2-ാം വാക്യം വായിച്ചേ. അതിന് ഫറവോൻ ഇസ്രായേലിനെ വിട്ടയക്കുവാൻ തക്കവണ്ണം ഞാൻ യഹോവയുടെ വാക്ക് കേൾക്കേണ്ടതിന് അവൻ ആര്? ഞാൻ യഹോവയെ അറിയുകയില്ല. ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ യഹോവയെ അറിയില്ല, ഞാൻ ഇസ്രായേലിനെ വിട്ടയക്കുകയുമില്ല എന്ന് പറഞ്ഞു. ഇവിടെ ഈ 2 കാര്യം ശ്രദ്ധിക്കണം. ഇവിടെയാണ് ദൈവം തന്റെ പ്രവർത്തികൾ വെളിപ്പെടുത്താൻ പോകുന്നത്. ആമേൻ. ശത്രുവാകുന്ന പിശാച് ഇതുപോലെ നമ്മെ അടിമപ്പെടുത്തി ഇരുത്തുമ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ തന്റെ വിലയേറിയ നിണത്താൽ നമ്മെ വീണ്ടെടുത്തിരിക്കുമ്പോൾ
കർത്താവ് സ്തോത്രം നമ്മെ ഓരോരുത്തരെയും പുത്രന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തും. പുത്രനായ യേശുക്രിസ്തുവിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുമ്പോൾ ആ വെളിപ്പെടുത്തുന്ന ഓരോ കാര്യങ്ങളും ഫറവോന് നേരെയുള്ള ന്യായവിധിയായിരിക്കും. രണ്ട് കാര്യം പറയുന്നത് എന്താ? ഞാൻ യഹോവനെ, ഫറവോന്റെ മനസ്സിലാക്കില്ല, ഞാൻ അവനെ, ആ ദൈവത്തെ അറിയില്ല. ഞാൻ അവരുടെ ദൈവത്തെ അറിയുന്നെങ്കിൽ ഞങ്ങളുടെ പിതാക്കന്മാരായിട്ട് കഴിഞ്ഞ 400 വർഷമായിട്ട് ഞങ്ങളാണ് ഇവരെ അടിമപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടി ഇവർ വേല ചെയ്യുകയാണ്. അവർക്ക് എങ്ങനെയാണ് ഈ ഒരു രാത്രി കൊണ്ട് ഒരു ദൈവം ഉണ്ടായത്? ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇന്നലെ ഞങ്ങളുടെ കൂടെ ഇരുന്നവനാണ് അവൻ. ഇപ്പൊ പെട്ടെന്നൊരു ദൈവം, പെട്ടെന്നൊരു ആരാധന, പെട്ടെന്നൊരു ദൈവ വിളി. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നവന്റെ മുമ്പിലാണ് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നത്. അപ്പൊ ഒന്നാമത് ഒരു ദൈവവൈതലിനെ ദൈവപ്രവൃത്തിക്കായിട്ട് സ്വർഗം കണ്ടിട്ടുണ്ടെങ്കിൽ അവന്റെ ചുറ്റും ചോദ്യങ്ങൾ ഒന്നാമത് എഴുന്നേൽക്കും. ഹല്ലേലൂയ. ഒന്നാമത് ചോദ്യങ്ങൾ എഴുന്നേൽക്കും. ഒന്നാമത് നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യും. ദൈവം രക്ഷിച്ചു, വിളിച്ചു, വേലക്കാക്കി എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. എന്നാൽ ഇതിനൊക്കെയും ദൈവം തെളിവ് കൊടുക്കാൻ പോവുകയാണ്. മനസ്സിലാകുന്നുണ്ട്? അതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. അടുത്ത വാക്യം വായിച്ചേ. അതിന് അവർ എബ്രായരുടെ ദൈവം ഞങ്ങൾക്ക് പ്രത്യക്ഷനായി വന്നിരിക്കുന്നു. അവൻ മഹാമാരിയാലോ വാളാലോ ഞങ്ങളെ ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് ഞങ്ങൾ 3 ദിവസത്തെ വഴി മരുഭൂമിയിൽ പോയി ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കട്ടെ എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണം. ആദ്യം ഡീസന്റ് ആയിട്ട് പറഞ്ഞു, ഞങ്ങളെ വിട്ടില്ലെങ്കിൽ ഞങ്ങൾക്കാണ് ദോഷം വരുന്നതെന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണം. നമ്മുടെ ആരംഭദേശം അങ്ങനെയല്ലേ? നമ്മൾ പറയുന്നത് തന്നെ, നമ്മൾ വിട്ടില്ല നമുക്ക് വലിയ പ്രയാസമായി പോകും. പക്ഷെ വിടാത്തവനോ അവൻ കൈ കെട്ട് സുഖമായിട്ടിരിക്കും, അല്ലേ? ഇത് ദൈവത്തിനും അറിയാം, ഈ ചെയ്യുന്നവനും അറിയാം. ഹല്ലേലൂയ. എന്നാൽ ചിലതിനെ ദൈവം അങ്ങനെ വെറുതെ വിടാൻ പദ്ധതി ഇട്ടിട്ടില്ല. ഹല്ലേലൂയ. ദൈവജനത്തിന് എതിരെ സംസാരിക്കുന്നവനെ, ദൈവ പ്രവർത്തിക്ക് നേരെ നിൽക്കുന്നവരെ ദൈവം അതിന്റെ നടുവിൽ ഇടപെടും. അടുത്ത വായിച്ചേ. മിസ്രയീം രാജാവ് അവരോട്, മോശെ അഹരോനെ, നിങ്ങൾ ജനങ്ങളെ വേല മിനക്കെടുത്തുന്നത് എന്ത്? നിങ്ങളുടെ ഊഴിയ വേലയ്ക്ക് പോകുവീൻ എന്ന് പറഞ്ഞു. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കണേ. ദൈവവേലയ്ക്ക് നിൽക്കുന്നവനോട് ലോകത്തിലെ വേലയ്ക്ക് പൊക്കോളാൻ ആരാ പറയുന്നേ? അവൻ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഒരു പണിയില്ലെങ്കിൽ എന്നാണ് വേറെ പണിക്ക് പോകും. ശ്രദ്ധിക്കണം. ഇത് അന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവനോട് പറയുകയാണ്, നിനക്ക് ഈ പരിപാടിയില്ലേ, വേറെ പരിപാടിക്ക് പോകാൻ മേലെ. ഇത് അന്ന് അവൻ പറഞ്ഞു. ആര്? ഫറോ പറഞ്ഞു. അവന്റെ കടിഞ്ഞൂലിനെ തീർന്നിട്ട് ദൈവം പോയി. ശ്രദ്ധിക്കണം. നമ്മുടെ ദൈവത്തിന്റെ പ്രവൃത്തി നോക്കണം. ദൈവത്തിനു വേണ്ടി നിൽക്കുമ്പോൾ അതിനെ പല വിധത്തിൽ ദുർവ്യാഖ്യാനം ചെയ്യുകയും ക്ലേശിപ്പിക്കുകയും ചെയ്യുന്നവനെ സ്വർഗം കണ്ടെത്തുന്നു. അടുത്ത വാക്യം വായിച്ചേ. ദേശത്തെ ജനം ഇപ്പോൾ വളരെയാകുന്നു. നിങ്ങൾ അവരെ അവരുടെ ഊഴിയവേല മിനക്കെടുത്തുന്നു. അപ്പോ ഇവരിപ്പൊ ഈ നേരത്ത് ദൈവ മക്കള് കുറ്റക്കാരനായിട്ട് തീരുകയാണ്. ശ്രദ്ധിക്കണം. വേല ചെയ്യുവാൻ വന്നവനെ കുറ്റക്കാരനാക്കുകയാണ്. എല്ലാവരുടെ ആ കഷ്ടതയ്ക്ക് കാരണം നീയാണ്. ഇവരുടെ എല്ലാ പ്രതിസന്ധിക്ക് കാരണം നീയാണ്. നമ്മെ പൊതുവായിട്ട് നമ്മുടെ കുറവുകളെ വിലയിരുത്തുന്ന രക്ഷിക്കപ്പെടാത്തവനുണ്ടോ അവന്റെ നേർക്ക് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. ഈ വിശ്വാസത്തിന്റെ തലത്തിൽ കയറുന്നുണ്ടെങ്കിൽ മാത്രമേ കർത്താവിന് മനസ്സിലാകത്തുള്ളൂ. അല്ലെ എന്നും ഒരുപോലെ ഇരിക്കും. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ഇന്നും ഓർക്കുന്ന ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഏതൊരു സെമിസ്റ്റർ, 4ാമത്തെ സെമിസ്റ്ററാണെന്ന് എനിക്ക് തോന്നുന്നത്, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് അറ്റൻഡൻസ് കുറവായിരുന്നു. അപ്പോൾ ആ സെമിസ്റ്റർ എനിക്ക് പല രോഗങ്ങളും പ്രശ്നങ്ങളും വന്നുകൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പം ഞാൻ വളരെ ഭാരപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ ഈ വിഷയം പ്രാർത്ഥിച്ച്, കർത്താവേ, ഞാൻ ഈ സെമിസ്റ്റർ പരീക്ഷ എഴുതാൻ പറ്റിയില്ല, എൻ്റെ ഒരു സെമിസ്റ്റർ ക്യാൻസൽ ആവും, പിന്നീട് ഞാൻ ആ സെമിസ്റ്റർ വേണ്ടി ചെയ്യണമല്ലോ എന്ന് ഭാരപ്പെട്ടിരിക്കുകയായിരുന്നു. അപ്പൊ വേറെ കുറെ പേര് വന്നിട്ട് അവരും ഇന്നത്തെ ക്യാൻസൽ ആയിരിക്കുന്നവർ അവര് വന്നിട്ട് പറഞ്ഞു, സഹോദരം, ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഞങ്ങളെ ഈ സെമിസ്റ്റർ ഞങ്ങൾ ഇന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്ത് വിടണം, ഞങ്ങൾക്ക് ഒരുമിച്ച് ഇത് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചെന്ന് പ്രിൻസിപ്പലിനെ പോയി കണ്ടിട്ട് ഞാൻ പറഞ്ഞു, സാറേ, എനിക്ക് പരീക്ഷ എഴുതണം എങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ കൂടെ നിന്നവര് അതിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധിച്ചിട്ട് പറഞ്ഞു, വിൻസെന്റ് പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കും പരീക്ഷ എഴുതണമെന്ന് പറഞ്ഞു.
അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പൾ എന്നോട് പറഞ്ഞു, വിൻസെന്റിനെ പരീക്ഷ എഴുതിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളൊരു പ്രശ്നം ഉണ്ടാകും, അപ്പൊ എന്നാ വേണ്ടത്? അപ്പൊ എനിക്കാകെ പ്രശ്നം, അവിടെ കോളേജ് മുഴുവൻ വിഷയമായി. വിൻസെന്റിനെ എന്ത് ചെയ്യണം? കോളേജിൽ കയറ്റരുത്. അങ്ങനെ ശക്തമായ പ്രതിഷേധവും പ്രതിസന്ധി ഉണ്ടാക്കുമ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ, നീ എനിക്കൊരു വഴി തുറക്കണം, നീ എനിക്കൊരു വഴി ഇതിന്റെ നടുവിൽ പ്രവർത്തിക്കുക, എനിക്ക് പരീക്ഷ എഴുതണം. അങ്ങനെ ദൈവസന്നിധി പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായ അത്ഭുതം എന്താണെന്നറിയാവോ? സ്വർഗത്തിലെ ദൈവം അതിനകത്ത് ഇടപെട്ടു. എനിക്ക് നേരെ സംസാരിച്ചവൻ അതേ ബാച്ചിലുള്ള വേറൊരുത്തനെ കയറി തല്ലി. ആ തല്ലിയവരുടെ കൂടി തല്ലിയവരെല്ലാം ഈ ലിസ്റ്റിൽ പെട്ടവരായിരുന്നു. ചുരുക്കി പറഞ്ഞ പരീക്ഷ എഴുതുന്ന ആ ഒരു ആഴ്ച മുഴുവനും ഇവർ കോളേജിൽ നിന്ന് സസ്പെൻഷൻ ആയിട്ട് പുറത്തായിരുന്നു. ആ ആഴ്ചയിൽ സ്വർഗത്തിലെ ദൈവം എനിക്ക് വഴി തുറന്നു, എനിക്ക് പരീക്ഷ എഴുതാൻ ഇടയായിട്ട്. അപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മൾ തിരിച്ചറിയണം. രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമ്മൾ ദൈവമക്കളായി തീരുമ്പോൾ പല നിയമങ്ങളും വെല്ലുവിളിച്ചാലും നീ ദൈവത്തിന്റെ പ്രിയ പൈതലാണോ, നിനക്ക് സ്വർഗം വഴി തുറന്നിരിക്കും. കാരണം ഹല്ലേലൂയ, നിന്റെ നന്മ ഒരിക്കലും മുടങ്ങുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ, നീ അടിമത്തത്തിൽ കിടക്കുന്ന സ്വർഗം കണ്ടിട്ടുണ്ട്. നിന്റെ നിലവിളിയും കണ്ണുനീരും കർത്താവ് കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവം വഴി തുറക്കുക തന്നെ ചെയ്യും. ആമേൻ. അതിന് താഴെ തളർന്നു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. അപ്പൊ മോശയോടും അഹരോനോടും പറയുക, ഇപ്പൊ മോശയോട് പറയുക, നിങ്ങൾ ഇവരെ മെനക്കേട് വരുത്താതെ നിങ്ങളും കൂടെ പോയി പണിയാൻ ശ്രദ്ധിക്കണം, പോകുന്ന പോക. അപ്പൊ ഒട്ടും ഭയമില്ലാത്തവനാണെന്ന് ഓർക്കണം. മോശയുടെ മേലുള്ള നിയോഗത്തെയോ വിളിയോയോ അംഗീകരിക്കാത്തത്, അവന്റെ മേലാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ പോകുന്നത്. അടുത്ത വാക്യം വായിച്ചേ. ജനത്തിന്റെ ഊഴിയ വിചാരകന്മാരോടും പ്രമാണികളോടും കൽപ്പിച്ചതെന്തെന്നാൽ, ഇഷ്ടിക ഉണ്ടാക്കുവാൻ ജനത്തിന് മുമ്പിലത്തെ പോലെ ഇനി വൈക്കോൽ കൊടുക്കരുത്. അവർ തന്നെ പോയി വൈക്കോൽ ശേഖരിക്കട്ടെ. എങ്കിലും ഇഷ്ടികയുടെ കണക്ക് മുമ്പിലത്തെ പോലെ തന്നെ അവരുടെ മനസ്സിലാവുന്നുണ്ട്. അവിടെ വീണ്ടും ഒരു ദൈവ പൈതലിന്റെ ജീവിത സാഹചര്യം കഠിനപ്പെടുകയാണ്. സാധാരണ അതുവരെ വന്ന പോലെ ഇനി പോകാൻ പറ്റത്തില്ല. പ്രതിസന്ധി ഇരട്ടിക്കുകയാണ്. ഇതിന് കാരണം എന്നാണെന്നറിയാവോ? ശത്രുവാകുന്ന പിശാച് എഴുന്നേറ്റിട്ടുണ്ട്. നിന്നെ ക്ലേശിപ്പിക്കണം. ഈ യാത്ര എങ്ങനെയെങ്കിലും നിനക്ക് ബുദ്ധിമുട്ടായി തീരണം. നമുക്ക് അതിന്റെ 7-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 7-ാം അധ്യായത്തില്, ഹല്ലേലൂയ, അവിടെ നമുക്ക് സ്തോത്രം അതിന് 7-ാമിന്റെ 7-ന്റെ 1 മുതൽ വായിച്ചേ. യഹോവ മോശയോട് അരുളി ചെയ്തത്, നോക്കൂ, ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കണം. ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന വാക്യം എന്താണ്? യഹോവ മോശയോട് അരുളി ചെയ്തത്, നോക്കൂ, ഞാൻ നിന്നെ മോശയെ ആർക്ക് ദൈവമാക്കി? ഫറവോന് ദൈവമാക്കി. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽവേളയില് സ്വർഗത്തിലെ പിതാവ് നമ്മെ പലതിനും അധികാരികളാക്കി ദൈവം വെക്കും. അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. നമ്മെ അധികാരിയാക്കി വെക്കുന്ന ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. അടുത്ത വാക്യം വായിച്ചാട്ടെ. സഹോദരൻ അഹരോൻ നിനക്ക് പ്രവാചകനായിരിക്കും. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും നീ പറയണം. നിന്റെ സഹോദരനായ അഹരോൻ ഇസ്രായേൽ മക്കളെ തന്റെ ദേശത്ത് നിന്ന് വിട്ടയക്കുവാൻ ഫറവോനോട് പറയണം. എന്നാൽ ഞാൻ ഫറവോന്റെ ഹൃദയം കഠിനമാക്കും. മിസ്രയീം ദേശത്ത് എന്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും പെരുക്കും. ഒരു കാര്യം കൂടെ ഞാൻ പറയും, ഇത് നമുക്ക് എടുക്കാൻ പറ്റുമോ? ഈ ദൂതുകള് നമ്മൾ പറയുന്ന കാര്യമെന്നായി, നമ്മൾ പുതിയ നിയമത്തിന്റെ അകത്ത് ഇങ്ങനെയൊന്നുമല്ല, അത് വേറെ തന്നെ സംഭവിച്ചു എന്ന് എല്ലാവരും പറയും. എന്നാ സംഭവിച്ചെന്ന് ചോദിച്ചാൽ പറയാൻ അറിയാനും വേറെ അല്ലെ, പല വിഷയം. ഒരു കാര്യവും സംഭവിച്ചത്, പാപത്തിന് പരിഹാരം വന്നു. മക്കളെന്നും മക്കള് തന്നെയാണ്. മനസ്സിലാകും. ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. ഈ മിസ്രൈമിന്റെ അനുഭവം നാമും അനുഭവിക്കാനാണ് കർത്താവ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു, മോശേനെ സ്വർഗത്തിലെ ദൈവം ഫറവോന് ദൈവമാക്കി വെച്ചു. അപ്പോൾ ഫറവോന് വേറെ ഒത്തിരി ദൈവങ്ങളുണ്ട്. നൈലിന് ഒരു ദൈവം, ആകാശത്തിലെ നക്ഷത്രങ്ങൾക്ക് ഓരോന്നിനും ഓരോ ദേവന്മാരുടെ പേര്, അല്ലേ? സ്വന്തം മണ്ണിനൊരു ദൈവം, സ്വന്തം ഓരോ ജീവികൾക്ക് ഓരോ ദൈവത്തിന്റെ പേര് കൊടുത്താണ് അതിന് ഓരോ ദൈവങ്ങളെ മിസ്രൈമിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ആ ദൈവങ്ങളൊന്നും ഇനിമേൽ ഫറവോന്റെ വിഷയത്തിൽ ഫലിക്കത്തില്ല. ഫറവോന്റെ കാര്യം തീരുമാനിക്കുന്നത് മോശയാണ്. അപ്പൊ ഫറവോൻ പ്രാർത്ഥിക്കുന്നത് അവന്റെ ജാതീയ ദൈവങ്ങളോടാണ്.
പക്ഷെ മോശയെ ദൈവം നിർത്തിയിരിക്കുന്നതിനാണ് സ്തോത്രം ഫറവോന് ദൈവമാക്കിയാണ്. ഫറവോൻ സ്തോത്രം അവന്റെ മനസ്സ് തോന്നിയതിനോട് ദൈവമെന്ന് വിളിച്ചു തിരിയുമ്പോഴും സ്വർഗത്തിലെ ദൈവം മോശയിലൂടെ ഫറവോനോട് സംസാരിക്കുക ചെയ്യുന്നത്. ഈ രംഗങ്ങൾക്കൊക്കെ ഇടയാക്കുന്നതിനൊരു കാരണമുള്ളൂ. വിളിക്കപ്പെട്ടു അബ്രഹാമിന്റെ സന്തതി എന്നുള്ള ഒറ്റ കാരണത്താൽ. അങ്ങനെ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നാം ഓരോരുത്തരും ദൈവത്തിന്റെ മക്കളാണ്. ഇപ്പൊ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊട്ട് കണക്ട് ചെയ്യാവോ? പ്രധാനപ്പെട്ട് കണക്ട് ചെയ്യാൻ ദേവന്മാർ ദൈവമെന്ന് അർത്ഥം വരുന്ന ഒരു കാര്യം ഞാൻ പറയാൻ പോവുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തില് അതിന്റെ 10-ാം അധ്യായം, സ്തോത്രം, ഇത് മറക്കേണ്ട, അതവിടെ വെച്ചോ, വേറെ ആരെങ്കിലും ആ ഭാഗം എടുത്ത് വായിക്കാൻ. 10-ാം അധ്യായം സ്തോത്രം അതിന്റെ 34-ാം വാക്യം ഒന്ന് വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷം 10:34. ഹല്ലേലൂയ. വായിച്ചാട്ടെ. 10:34. ഹല്ലേലൂയ. യേശു അവരോട്, നിങ്ങൾ ദേവന്മാർ ആകുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങൾ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നില്ലയോ? അടുത്തത് ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇത് ക്രിസ്തു തന്നെ തന്റെ വായിലൂടെ പറയുന്ന വാക്യമാണ്. ആരാ ദേവന്മാര്? അവിടെ പറയുന്നത് എന്താണ്? ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടായിട്ടുള്ളവരെ ദേവന്മാർ എന്ന് പറഞ്ഞു എങ്കിൽ എന്ന് പറഞ്ഞ അർത്ഥം എന്നാ? ദൈവത്തിന്റെ അരുളപ്പാട് ലഭിച്ചവർ ദേവന്മാരാണ്. നമ്മൾ മക്കളാകുന്നു. അപ്പോൾ മക്കളാണെങ്കിൽ ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ അരുളപ്പാട് ലഭിക്കുന്നവരെ കുറിച്ച് പറയുന്നു. അവര് ദേവന്മാരാണ്. അപ്പോൾ ആ ദൈവത്തിന്റെ അരുളപ്പാടാണെന്ന് ഓർക്കണം അവന് ഈ പദവിയെ അലങ്കരിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ വെളിപ്പാട് പ്രാപിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ദൈവത്തിൽ നിന്ന് ഉയരത്തിലെ ആലോചന പ്രാപിച്ചവരെല്ലാം ദേശത്തിൽ ദേവന്മാരായിട്ട് വാഴുക തന്നെ ചെയ്യും. നമ്മെ ആർക്കൊക്കെ ദൈവമാക്കി വെച്ചിട്ടുണ്ടെന്ന് കണ്ടറിയാം. ശ്രദ്ധിച്ച് ഈ ദൂത് മറന്നു പോകരുത്. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെട്ട കാര്യമാണ്. ദേശത്തിൽ മന്ത്രവാദം ചെയ്യുന്നുണ്ട്, ആഭിചാരം ചെയ്യുന്നുണ്ട്, ക്ഷുദ്രപ്രയോഗം ചെയ്യുന്നുണ്ട്, ഭൂതാത്മാവിനെ ശരീരത്തിൽ വഹിച്ചിരിക്കുന്നവരുണ്ട്, പിശാചുകളെ വിളിച്ചു വരുത്തുന്നവരുണ്ട്. ഇവർക്കൊക്കെ ദൈവത്തിന്റെ അരുളപ്പാട് പ്രാപിച്ച നീ അവന് മീതെ ദൈവമായിട്ട് വാഴും. മനസ്സിലാകുന്നുണ്ടോ? അത് തിരിച്ചറിയണം. ഈ വെളിപ്പാട് എന്റെ ഉള്ളിൽ കിട്ടിയപ്പോ എന്റെ പേടി മുഴുവൻ പോയി. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് മനസ്സിലാക്കണം, നീ പറഞ്ഞാ മതി, അതേ സംഭവിക്കൂ. കാര്യം അരുളപ്പാടുണ്ട്. ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയിരിക്കുന്ന നിന്റെ ഉള്ളിലാണ്. കാണുന്ന ഈ പിശാച് എന്ന് പറയുന്ന സാധനം ഒന്നുമില്ല. സത്യം പറഞ്ഞ പിശാച് ഇല്ലെന്നല്ല, പിശാചുണ്ട്. പക്ഷെ അവന്റെ വിളവൊന്നും നമ്മുടെ മുമ്പിൽ എടുക്കാൻ പറ്റത്തില്ല. കാര്യം നമ്മളുടെ ക്രിസ്തു ഇരിക്കുകയാണ്. മനസ്സിലാക്കണം, നാം ഇരിക്കുമ്പോൾ തന്നെ പുത്രനാകത് യേശു ക്രിസ്തു സ്വർഗത്തിലെ പിതാവ് നമ്മോട് കൂടി ഇരിക്കുകയാണ്. ഇവിടെ ഏത് പിശാചിന് എന്നാ ചെയ്യാൻ പറ്റൂന്നാ പറയുന്നത്? ഹല്ലേലൂയ. ഇന്നലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ നിന്നപ്പോൾ പരിശുദ്ധാത്മാവ്, നമുക്കൊരു വചനമുണ്ടല്ലോ, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവ് നിങ്ങൾ വസിക്കുന്നെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് ചോദിക്കുന്ന ഒരു വാക്യമുണ്ട്. ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു ഇങ്ങനെ പറയാം. എങ്ങനെയാണെന്നറിയാമോ? ഞാൻ ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവത്തിന്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുന്നത് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ ശക്തി എന്നിൽ വ്യാപരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ആ വാക്യം ഞാൻ എടുത്ത് പ്രസംഗിച്ചപ്പോൾ, പ്രാർത്ഥിച്ചപ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ ആ ദേവന്മാർ ആരാണ് ദേവന്മാർ? ദൈവത്തിന്റെ അരുളപ്പാട് ലഭിച്ച നീയാണ് ദേവന്മാർ എന്ന് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞേക്കുക. ഇത് യഹൂദന്മാർക്ക് ദഹിച്ചില്ല, അവരിന്നും ദഹിക്കാതെ ഗ്യാസ് ട്രബിളായിട്ട് നടക്കുക. പോട്ടെ, നമ്മൾ ദൈവ മക്കൾ ഇത് ഏറ്റെടുത്തോണം. ആമേൻ. ഈ വചനം എനിക്കുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു കാര്യം പറയട്ടെ, ഈ വീണ്ടും ദൂത് മാറിപ്പോ ട്രാക്ക് മാറുക, പറയേണ്ട വിഷയത്തിലേക്ക് ചെല്ലുന്നില്ല. എന്നാൽ ഞാൻ തിരിച്ചൊരു കാര്യം, നമ്മൾ വായിച്ച ആ ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ അകത്ത് നമ്മൾ അവിടെ വരുമ്പോ ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മുടെ അടുത്ത വാക്യമുണ്ടല്ലോ ലൂക്കോസിന്റെ സുവിശേഷത്തില് 70 പേരെ അയക്കുന്ന വിഷയം അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 10-ാം അധ്യായം അല്ലേ? 10-ാം അധ്യായം. സ്തോത്രം. അതിന്റെ 17 സ്തോത്രം, അതിന്റെ 10-17 മുതൽ ഒന്ന് വായിച്ചേ. ഹല്ലേലൂയ. 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു
അപ്പൊ എങ്ങനെയാ കീഴടങ്ങുന്നതെന്ന് മനസ്സിലായോ? ദൈവത്തിന്റെ അരുളപ്പാട് ലഭിച്ചവന്റെ മുമ്പിൽ പിശാച് കീഴടങ്ങിയേ പറ്റുള്ളൂ. സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് പ്രാവുന്ന പോലെ ഇറങ്ങി വരുന്നത് കണ്ടെങ്കിൽ ഇന്ന് പകലൊരു പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് സ്വതന്ത്രം അയക്കപ്പെട്ട് തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ പതിച്ചിരിക്കുന്നെങ്കിൽ അവരുടെ മേൽ ഭൂതാത്മാക്കൾക്കും ദുരാത്മാക്കൾക്കും ഒന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല. മനസ്സിലാക്കണം, ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നവർ അവരെ വാഴും. എന്നാൽ ഈ വചനം നമ്മൾ ശ്രദ്ധിക്കണം. 70 പേര് സന്തോഷത്തോടെ മടങ്ങി വന്ന് കർത്താവ് നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. അപ്പോൾ ദൈവത്തിന്റെ ആലോചന വിളിച്ചു പറയുമ്പോൾ എന്താ വെളിപ്പെടുത്തുന്നത്? നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? സ്വർഗത്തിൽ എന്നേക്കും നിലനിൽക്കുന്ന വചനമുണ്ട്. ആമേൻ. ആ വചനം പരിശുദ്ധാത്മാവിനാൽ ഭൂമിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും. ആ വെളിപ്പെടുത്തിയ വചനം നമ്മുടെ വായിലൂടെ പുറത്തു വരുമ്പോൾ മനുഷ്യർ വിശ്വസിക്കുന്നില്ലായിരിക്കും. പക്ഷെ ഈ വചനം വെളിപ്പെടുമ്പോൾ പിശാചുക്കൾക്കും ദുരാത്മാക്കൾക്കും ദുർഭൂതങ്ങൾക്കും അറിയാം ഈ കേട്ട ശബ്ദം ഈ ഭൂമിയിൽ നിന്ന് ഉളവായതല്ലെന്ന് പറയും. ഇത് സ്വർഗത്തിലുള്ളതാണ്. ഈ ശബ്ദമാണ് ഇവിടെ വെളിപ്പെടുന്നത് മനസ്സിലാകുമ്പോൾ ഭൂതാത്മാക്കൾ അവിടെ നിന്ന് വിട്ടുമാറും. നമ്മുടെ വായിലൂടെ വരുന്ന വചനം അധികാരത്തോടെ പുറത്തു വരുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൂത സഞ്ചയം ഊരിപ്പിടിച്ച വാളുമായിട്ട് അവിടെ ഇറങ്ങി വരും. എന്നാന്നറിയാമോ? ഈ വചനത്തിന്റെ വ്യാപാരത്തിൽ ഒരു ദുഷ്ട പോരുകളുള്ള നിൽക്കില്ല. അത് ദേശം വിട്ട് മാറണം. അത് സ്വർഗത്തിന്റെ പദ്ധതിയാണ്. കാര്യം തെരഞ്ഞെടുക്കപ്പെട്ടവന്റെ മേലുള്ള വാഗ്ദത്തമാണ്. അവർക്ക് ഭൂതങ്ങൾ കീഴടങ്ങണം എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ്. കാര്യം ആർക്കാണ് ഭൂതങ്ങൾ കീഴടങ്ങുന്നത്? ദൈവത്തിനും ദൈവത്തിന്റെ മക്കൾക്കും മാത്രമാണ് ഭൂതങ്ങൾ കീഴടങ്ങുന്നത്. ഹല്ലേലൂയ. സ്വന്തം മന്ത്രവാദത്തെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു പിശാച് വേറെ പിശാചിനെ കുറിച്ച് അങ്ങോട്ട് മാറ്റണം ഇങ്ങോട്ട് മാറ്റണം. അങ്ങോട്ട് കുറച്ചു നേരം മാറി നിന്നോ, ഇങ്ങോട്ട് തിരിച്ചു നേരം 10 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നു. അങ്ങനെ മാറ്റിയും മറിച്ച് നിൽക്കുന്നതല്ല ദൈവത്തിന്റെ പ്രവൃത്തി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൽപ്പിച്ചാൽ പിന്നെ അവൻ അവിടെ വരാൻ കഴിയത്തില്ല. ആ നാമം കേട്ടുപോയി. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ നാമം സകല നാമങ്ങൾക്കും മേലായ നാമം. ആമേൻ. അടുത്ത വാക്യം ശ്രദ്ധിക്കണം. അതാണ് ഞാൻ പറയാൻ വന്ന വിഷയം. അടുത്ത വാക്യം ശ്രദ്ധിക്കണം. അടുത്ത് പറയുന്നത് എന്നാ? അവൻ അവരോട് സാത്താൻ മിന്നൽ പോലെ ആ ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. എങ്ങനെയാ ഇത് വീഴുന്നതെന്ന് മനസ്സിലായോ? ഈ ഭൂമിയിലായിരിക്കുന്ന നിന്റെ ഉള്ളത്തിൽ നിന്ന് ദൈവത്തിന്റെ അരുളപ്പാടുകൾ പുറപ്പെടുമ്പോൾ ആകാശമണ്ഡലത്തിൽ വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ വാഴ്ചകളെ ദൈവം അടിച്ചു താഴ്ത്തും. മനസ്സിലാകുന്നുണ്ടോ? നമ്മളിവിടെ വന്നപ്പോ തന്നെ ഈ ദേശത്തിന്റെ മേൽ വാഴുന്ന ദുർഭൂത ശക്തിക്ക് വിട്ടുപോയി. ആമേൻ. അപ്പൊ തലമുക്കി കാണേ ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന്. അവിടെ ഇരുന്നോ, കുറച്ചെല്ലാം കഴിയുമ്പോൾ അതിന്റെ ഇച്ചിരി കൂടെ അതിർത്തി വലുതാവും. അങ്ങ് വിട്ടു പോകും. ആമേൻ. അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. കരങ്ങൾ ഒരു ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ആ വചനം ഒന്നും കൂടെ വായിക്കാം. എന്ത് സംഭവിക്കുന്നത്? ഒരു ദൈവ വൈദ്യന് ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കും? അവൻ അവരോട് സാത്താൻ മിന്നൽ പോലെ, യേശുക്രിസ്തു പറയുകയാണ്, കർത്താവ് കണ്ട കാര്യമാണ് പറയുന്നത്. ഇവരെ കർത്താവ് അയച്ചു. ഇവര് പോയപ്പോ ഇതൊന്നും കണ്ടില്ല. കണ്ടോ? ഇവര് ചെന്ന ദേശത്ത് ചെന്നപ്പോൾ ദേശത്തിൽ വാണുകൊണ്ടിരുന്ന ദുരാത്മ ശക്തി, ദേശത്തിൽ നിന്ന് സാത്താൻ ആ ദേശത്തിൽ വാണുകൊണ്ടിരിക്കുകയാണ്. ആ അവിടെ നിന്ന് വിട്ടുമാറി. ഇത് ഇച്ചിരിയും കൂടെ വ്യക്തമാണെങ്കിൽ വേറൊരു ഭാഗമുണ്ട്. നമുക്ക് സ്തോത്രം ദാനിയേൽ പ്രവചനം ഒന്ന് എടുത്തേ. ഹല്ലേലൂയ. ദാനിയേൽ പ്രവചനമൊക്കെ എടുത്തിട്ട് ഇപ്പൊ എത്ര നാളായെന്നറിയോ? ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. 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 ഓ ഹല്ലേലൂയ. 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 സ്തോത്രം. 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 ഓ സ്തോത്രം. 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 ഹല്ലേലൂയ. സ്തോത്രം. 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 അതിന്റെ ആമേൻ. അതിന്റെ 9-ാം അധ്യായം. അവിടെ ദാനിയേലും പ്രാർത്ഥിക്കുന്ന രംഗമാണ് അവിടെ കാണുന്നത്. അവിടെ സ്തോത്രം ബേൽസസറിന്റെ കാലഘട്ടം മാറി മേദ്യരും പാർസ്യരും അവിടെ അധികാരം എടുത്തിരിക്കുന്നതിന് ശേഷം ദൈവസന്നിധിയിൽ ഇരുന്ന് ദാനിയേൽ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥിക്കുന്നതിന്റെ സമയത്ത് സ്തോത്രം ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. അതിന്റെ 9 മുതൽ ഒന്ന് വായിക്കാവോ?
9:9 മുതൽ. ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ആ. പക്കൽ ആ കരുണയും ആ. മോചനവും ഉണ്ട്. ആ. ഞങ്ങളോ അവരോട് മത്സരിച്ചു. ആ അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം ആ ഞങ്ങളുടെ മുമ്പിൽ ആ വെച്ചിരിക്കുന്ന ന്യായപ്രമാണ പ്രകാരം ആ. നടക്കുവാൻ ആ. ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം ആ. കേട്ടനുസരിച്ചില്ല. ആ. ഇസ്രായേലൊക്കെയും ആ. നിന്റെ വചനം കേട്ടനുസരിക്കാതെ ഉം. വിട്ടുമാറി ആ. നിന്റെ ന്യായപ്രമാണത്തെ ലംഘിച്ചിരിക്കുന്നു. ആ. ഇങ്ങനെ ഞങ്ങൾ അവനോട് പാപം ചെയ്തിരിക്കുകയാൽ ആ. ദൈവത്തിന്റെ ആ. ദാസനായ ആ. മോശയുടെ ന്യായപ്രമാണത്തിൽ ആ. എഴുതിയിരിക്കുന്നത് ആ. ശാപവും ആ. ആണയും ആ. ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്നു. സഹോദരൻ, അത് അവിടെ നിൽക്കട്ടെ. അതിന്റെ 10-ാം അധ്യായം എടുത്തേ. 10-ാം അധ്യായത്തില് സ്തോത്രം അതിന്റെ 11 മുതൽ വായിച്ചേ. ദാനിയേലെ ശ്രദ്ധിച്ച് നിവർന്നു നിൽക്ക. ആ നിവർന്നു നിന്നു. ആ ആ ആ ആ ആ ആ ഇവിടെ ശ്രദ്ധിക്കണം. ഇവിടെ ദാനിയേലിനും മറുപടി കിട്ടുന്നപ്പോഴാണെന്നറിയോ? ദാനിയേലിന് മറുപടി കിട്ടുന്നത് ദാനിയേൽ തന്നെത്താൻ താഴ്ത്തിയ ദിവസം തന്നെ എന്ത് സംഭവിച്ചു? അവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് തന്നെയാണ്, ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു. അടുത്ത വാക്ക് ശ്രദ്ധിക്കണം, നിന്റെ വാക്ക് ഹേതുവായി തന്നെ ഞാൻ വന്നിരിക്കുന്നു. അടുത്ത വാക്ക് ശ്രദ്ധിക്കണം, പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട്. ഇപ്പൊ എത്ര ദിവസമായി? പ്രാർത്ഥന തുടങ്ങിയിട്ട് എത്ര ദിവസമായി? 21 ദിവസമായി. 21 ദിവസം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ദൈവസന്നിധിയിൽ ദാനിയേൽ ആരംഭത്തിൽ തന്നെ സ്വന്തം മുട്ടുമടക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? മറുപടി വന്നു. മറുപടി വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഈ മറുപടി ഈ പാർസിയിലേക്ക് ഇറങ്ങാൻ അവിടെ സമ്മതിക്കുന്നില്ല. ആ വാക്യം ശ്രദ്ധിക്കണം. പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്തു നിന്നു. എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മീഖായേൽ എന്നെ സഹായിക്കുവാൻ വന്നു. അവനെ ഞാൻ പാർസി രാജാക്കന്മാരോട് കൂടെ അവിടെ വിട്ടിട്ട് നിന്റെ ജനത്തിനും ഭാവി കാലത്ത് സംഭവിക്കുവാനുള്ള നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് ഇപ്പോൾ വന്നിരിക്കുന്നു. മനസ്സിലാക്കണം, ഭാവി കാലത്തെ കുറിച്ചുള്ള ദർശനം വെളിപ്പെടുത്തുവാൻ ദൈവസന്നിധിയിൽ ദാനിയേൽ പ്രാർത്ഥിച്ച് തന്നെത്താൻ താഴ്ത്തിയതിന്റെ ആരംഭ ദിവസം തന്നെ സ്വർഗത്തിൽ നിന്ന് മറുപടി വന്നു. പക്ഷേ പാർസി എന്ന രാജ്യത്തിന് മീതെ വ്യാപരിക്കുന്ന ഒരു ഇരുട്ടിന്റെ മണ്ഡലമുണ്ട്. അതായത് ആ ജനത്തെ വ്യാപരിക്കുന്ന പൈശാചിക ശക്തി ആകാശ മണ്ഡലത്തിൽ വാഴുകയാണ്. ആമേൻ. ഏതൊരു ദേശത്തിലെ മനുഷ്യരെ അവരെ പാപപ്രകൃതിയിലാകട്ടെ ദുഷ്ടപ്രകൃതിയിലാകട്ടെ അവരെ നിർത്തുന്ന ഒരു പൈശാചിക ശക്തി എപ്പോഴും ആകാശ മണ്ഡലത്തിലുണ്ട്. അതുകൊണ്ടാണ് വാഴ്ചകളെയും അധികാരങ്ങളെയോ അന്ധകാരത്തിന്റെ ലോകാധിപ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകൾ, ഈ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകൾ ദൈവ മക്കൾക്ക് അവരുടെ നന്മകളെ തടുക്കുവാൻ ആകാശ മണ്ഡലത്തിൽ വെല്ലുവിളികൾ എഴുന്നേൽപ്പിക്കും. അപ്പോൾ ദൂതുമായിട്ട് കടന്നു വന്ന ഗബ്രിയേലിന്റെ യാത്രയ്ക്ക് തടസ്സം നിന്നപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് മീഖായേൽ ഇറങ്ങുന്നതാണ് അവിടെ കാണുന്നത്. മീഖായേൽ ഇറങ്ങി പാർസി രാജാക്കന്മാരോട് യുദ്ധം ചെയ്തപ്പോൾ കടന്നു വരേണ്ട ദൂതനാകുന്ന ഈ ഗബ്രിയേൽ ദൂതനുള്ള വഴി തുറന്നു. അപ്പോൾ തന്നെ അവിടെ യുദ്ധം നടന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ഒരു ആത്മയുദ്ധം ഈ ദേശത്തിന് മീതെ വ്യാപരിക്കുന്നുണ്ട്. ഇവിടെ വെളിപ്പെടുന്ന ദൈവത്തിന്റെ ആലോചനയ്ക്ക് വിരുദ്ധമായി ആകാശ മണ്ഡലത്തിൽ പോരടിക്കുന്ന വാഴ്ചകളെ വെട്ടി നീക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് തന്റെ പ്രധാന ദൂതന്മാരെ അയച്ച് ദൈവമക്കൾക്ക് വഴി തുറക്കുന്ന ദൈവത്തെയാണ് നമ്മൾ ഇന്ന് പകൽനേരം സേവിക്കുന്നത്. മറന്നു പോകരുത്. അതുകൊണ്ട് ആത്മയുദ്ധമുണ്ട്. നമ്മൾ ആത്മാവിൽ നമ്മൾ വായിച്ച യോഹന്നാന്റെ സുവിശേഷം നമ്മൾ കണ്ടു. ദൈവത്തിന്റെ അരുളപ്പാടുകൾ ഇവിടെ പ്രഖ്യാപിക്കുമ്പോൾ സ്വർഗത്തിന് യുദ്ധം നടക്കും.
ഈ വെളിപ്പാട് നമ്മളിവിടെ പറയുമ്പോൾ അവിടെ ആത്മയുദ്ധം നടക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ വെളിപ്പെടുത്തേണ്ടത് എന്താണെന്നറിയാവോ? ഈ ക്രിസ്തു ആരാന്നാണ് വെളിപ്പെടുത്തേണ്ടത്. നമ്മൾ തിരിച്ചുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിച്ചു പോയി, പക്ഷെ അതിൻ്റെ അകത്ത് തിരിച്ചറിയാതെ ഇരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇനി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ വായിച്ച 10-ാം അധ്യായം അതിന്റെ 18-ാം വാക്യമാണ്. അവൻ അവരോട് സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് സ്തോത്രം വീഴുന്നത് ഞാൻ കണ്ടു. വായിച്ചേ, അടുത്ത വാക്യം വായിച്ചേ. അവനവരോട് സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല. എങ്കിലും ദൈവത്തിന്റെ വചനം വളരെ ശ്രദ്ധിക്കണം. അവിടെ പറയുന്നത് എന്താണ്? പാമ്പുകളെയും ആ രണ്ട് വാക്ക് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? 18-ാം വാക്യം പറയുന്നു സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് വീഴുന്നു ഞാൻ കണ്ടു. യേശുക്രിസ്തു കണ്ട കാര്യം പറയുന്നത്. അടുത്തത് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ ബലത്തെ ചവിട്ടുന്ന ആകാശത്തിൽ ഇരുന്നോണ്ടല്ലോ, പിന്നെ എവിടെയാ? ഭൂമിയിൽ ഇരുന്നോണ്ടാ. അപ്പോൾ ഭൂമിയിൽ ചവിട്ടുമ്പോൾ ആര് വീഴുക? ഇവിടെ ആകാശ മണ്ഡലത്തിലുള്ള പോരുകള് ഈ ഭൂമിയിൽ വീഴുകയാണ്. മനസ്സിലാക്കണം. അപ്പോൾ ഇത് എങ്ങനെയാ വീഴുന്നത്? നമ്മൾ ഉദ്ദേശിച്ചത് നടക്കുവോ? ദാനിയേൽ തന്നെത്താൻ ഏൽപ്പിച്ച് താഴ്ത്തി കൊടുത്തപ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. അടുത്ത വാക്യം ശ്രദ്ധിക്കണം. അവിടെ പറയുന്ന കാര്യം, എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ. ഈ വിഷയത്തിൽ നമ്മൾ ഇന്ന് അടുത്തു വരും. എന്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അവൻ തന്റെ പുസ്തകത്തിൽ എന്റെ പേര് എഴുതപ്പെട്ടു. ഞാൻ ദൈവത്തിന്റെ മകനായി തീർന്നതുകൊണ്ട് എന്റെ മേൽ ഇനി ദുഷ്ടശക്തികൾക്ക് അധികാരമില്ല. ആമേൻ. ആ തിരിച്ചറിവ് നമ്മൾക്ക് വരുമ്പോഴാണെന്ന് മനസ്സിലാക്കണം. ദുഷ്ടനാകുന്ന പിശാച് വീഴുന്നത് ആത്മാവിൽ കാണുവാനിടയായി തീരുന്നത്. ആമേൻ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ സ്തോത്രം. നമ്മൾ സ്തോത്രം. അടുത്ത വാക്യം വായിച്ചാട്ടെ. സ്വർഗ്ഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിക്കുകയും ആ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇവ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. സ്തോത്രം. ഇതിപ്പോ മനസ്സിലാക്കണം. ഇത് ആർക്കാ വെളിപ്പെടുന്നത്? ഈ യാഥാർത്ഥ്യം ആർക്കാണ് വെളിപ്പെടുന്നത്? സ്തോത്ര. കരങ്ങൾ ബോധപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ഈ യാഥാർത്ഥ്യം ആർക്കാണ് വെളിപ്പെടുന്നത്? ശിശുക്കൾക്ക്. അപ്പൊ ശിശുക്കളെ കുറിച്ച് ഇവിടെ കർത്താവ് ഇങ്ങനെ പറയുമ്പോൾ ദൈവത്തിന്റെ അരുളപ്പാട് കിട്ടിയവരെ കുറിച്ച് ദേവന്മാരെന്ന് അവിടെ പറഞ്ഞിരിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ക്രിസ്തു തന്നെത്താൻ താഴ്ത്തുന്നവൻ അവൻ ദൈവശബ്ദം കേൾക്കും. ദാനിയേൽ തന്നെത്താൻ താഴ്ത്തിയപ്പോഴാണ് ദൈവശബ്ദം കേട്ടത്. ആമേൻ. അപ്പോൾ തന്നെത്താൻ താഴ്ത്തുന്ന ശിശുവിനോടാണ് അവിടെ ഉപമിച്ചത് പറഞ്ഞിരിക്കുന്നത്. ആമേൻ. ആ വചനം ഒന്നും കൂടെ പറഞ്ഞേ. സ്തോത്രം. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിക്കുവാൻ. ആ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇവ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു. അപ്പൊ ഒരു കാര്യമുണ്ട്, സയന്റിസ്റ്റുകൾ കുത്തിയിരുന്നു നോക്കിയ ആത്മമണ്ഡലത്തിൽ നടക്കുന്ന കാര്യം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. മനസ്സിലാക്കണം. അവരുടെ ജ്ഞാനം കൊണ്ട് അറിയുവാൻ കഴിയാത്താണ് ദൈവത്തിന്റെ പദ്ധതി. ഇത് നമ്മൾ വിശ്വാസത്താൽ തിരിച്ചറിയുന്നതാണ്. ഹല്ലേലൂയ. ചിലർ ചിന്തിക്കുന്നത് നമ്മളങ്ങ് വിശ്വസിച്ചത് ഉണ്ടാക്കുക എന്നല്ല, ഉള്ളതാണ് നമ്മളെ ദൈവം കാണിച്ചു തരുന്നത്. അത് നമ്മുടെ വിശ്വാസ കണ്ണുകളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ദൈവത്തിന്റെ വചനോടെ പറയുന്നത് ശിശുക്കൾക്കും അടുത്തത് ആർക്കാണ്? ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതേ പിതാവേ, ഇങ്ങനെ നിനക്ക് പ്രസാദം തോന്നി. അപ്പോ ദൈവപ്രസാദം എന്ന് പറയുന്നത് മനസ്സിലാക്കണം. ഈജിപ്തിന്റെ നടുവിൽ ദൈവജനത്തെ വിടുവിച്ചെടുക്കുവാൻ, അതുപോലെ പാർസികളുടെ നടുവിൽ പ്രാർത്ഥിക്കുന്ന ഭക്തനാകുന്ന ദാനിയേലിന് ദൈവത്തിന്റെ ആലോചന വന്നപ്പോൾ തക്ക സമയത്ത് തന്റെ ദൂതനെ അയച്ച് ആ ദൈവാലോചന അവർ വെളിപ്പെടുത്തി കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെ മനസ്സിലാക്കി ദൈവത്തിന്റെ സ്നേഹം അവിടെ മനസ്സിലാവും. ആമേൻ. അപ്പോൾ ആ ദൈവ പദ്ധതിയിലേക്കാണ് നാമും സ്വന്തം ചേർക്കപ്പെടേണ്ടത്. അതിലേക്കാണ് നമ്മെ ചേർത്തൊട്ടിക്കേണ്ടത്.
ആമേൻ. ദൈവകരത്തിലേക്ക് നമ്മൾ സ്തോത്രം ഈ വിഷയങ്ങൾ നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ആ വായിച്ച സ്തോത്രം പുറപ്പാട് പുസ്തകത്തിന്റെ അകത്ത് നമ്മൾ നോക്കുമ്പോൾ അതിന്റെ അകത്ത് എന്താ ചെയ്യുന്നത്? സ്തോത്രം, നമ്മെ ദൈവം ഒരിടത്ത് എഴുന്നേൽപ്പിക്കുമ്പോൾ മറുവശത്ത് പിശാചിന്റെ രാജ്യത്തിൽ എന്ത് സംഭവിക്കും അറിയാമോ? അതൊന്ന് തിരിച്ചറിയണം. പിശാച് നമ്മൾ ആ വായിച്ച സ്തോത്രം 7-ാം അധ്യായത്തിൽ നോക്കുമ്പോൾ 7:2 ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും, ഞാൻ പറയാം, സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ അരുളപ്പാടുകൾ നമ്മൾ കൽപ്പിക്കണം. പ്രതിസന്ധികളുടെ നടുവിൽ നമ്മൾ കൽപ്പിക്കണം. അപ്പോൾ എന്ത് സംഭവിക്കും? കൽപ്പിക്കുന്നതൊക്കെ നീ പറയണം. നിന്റെ സഹോദരൻ അഹരോൻ ഇസ്രായേൽ മക്കളെ തന്റെ ദേശത്ത് നിന്ന് വിട്ടയക്കുവാൻ ഫറവോനോട് പറയണം. എന്നാൽ ഞാൻ ഫറവോന്റെ ഹൃദയം കഠിനമാക്കും. അടയാളങ്ങളും അത്ഭുതങ്ങളും പെരുക്കും. ഫറവോൻ നിങ്ങളുടെ വാക്ക് കേൾക്കുകയില്ല. ഞാൻ മിസ്രയീമിന്മേൽ എന്റെ കൈ വെച്ച് വലിയ ശിക്ഷാവിധികളാൽ എന്റെ ഗണങ്ങളെ, എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ തന്നെ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിക്കും. അപ്പോൾ അവിടെ പറയുന്നത് സ്തോത്രം, ഫറവോൻ നിങ്ങളുടെ വാക്ക് കേൾക്കുകയില്ല. ചിലത് കേൾക്കുകയില്ല. എത്ര കണ്ടാലും ചിലത് കേൾക്കുക. ഒരു മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. ഫറവോൻ ഒരു മനുഷ്യനായിരുന്നു. ആ മനുഷ്യൻ ദൈവത്തിന്റെ ദൂത് കേൾക്കുന്നില്ലെങ്കിൽ മനസ്സിലാക്കണം, നാം ചിന്തിക്കുന്നവരെയല്ല ദൈവത്തിന്റെ പദ്ധതി ഇതിലൂടെ ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു പുറത്തു വരും. 400 വർഷത്തെ ബന്ധനത്തിൽ നിന്ന് വാഗ്ദത്തമുള്ളവൻ മോശെ കണ്ടപ്പോൾ പുറത്തു വരാൻ റെഡിയായി. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അല്ലെ? 430 വർഷത്തെ പീഡനം കഴിഞ്ഞപ്പോൾ മോശയുടെ നിഴല് കണ്ടപ്പോഴേ അവര് പോകാൻ റെഡിയായി. എന്നാൽ ആ ഫറവോൻ അത് സമ്മതിക്കത്തില്ല. അവൻ ലോകത്തെ സ്നേഹിച്ചവനാണ്. പിശാചിന്റെ ബന്ധനത്തിലിരിക്കുന്നവനാണ് അവൻ. ദൈവത്തെക്കാൾ അധികം ലോക സ്നേഹത്തിൽ ഇരിക്കുന്നതുകൊണ്ട് ഒരിക്കലും ദൈവത്തെ സ്നേഹിക്കാൻ കഴിയത്തില്ല. ആമേൻ. നമ്മൾ വായിച്ച നമ്മുടെ കുറിവാക്യം നമ്മളൊന്ന് മടങ്ങി വരാൻ ഗലാത്യ ലേഖനത്തിലാണ്. ഗലാത്യ ലേഖനം നമ്മൾ വായിച്ചത് എന്താണ്? ഗലാത്യ ലേഖനത്തിന്റെ അകത്ത് ലോക മനുഷ്യർ കർത്താവിനെ അറിഞ്ഞില്ല. അതുകൊണ്ട് നമ്മയും അറിയില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ വചനം പറയുന്നു എന്നാൽ അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിക്കുന്നത് പോലെ ഇന്നും കാണുന്നു. ഇന്ന് ഈ യുദ്ധം നടന്നുകൊണ്ടായിരിക്കുന്നത്. മിസ്രയീമിന്റെ നടുവിൽ ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി ദൈവം അനുകൂലമായി ഇറങ്ങി വന്നതുപോലെ ദൈവത്തിന്റെ അരുളപ്പാട് കിട്ടിയ അരുളപ്പാടുകളെ പ്രഖ്യാപിക്കുമ്പോൾ സാത്താൻ സ്വർഗത്തിൽ നിന്ന് വീഴുന്നത് കാണുവാൻ ഇടയായിത്തീരും. നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതിന്റെ മഹത്വം നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ ദൈവം അവിടെ ചലിക്കുവാനായിട്ട് ഇടയായിത്തീരും. ആമേൻ. ഈ അനുഭവത്തിലൂടെ മുന്നോറുന്നെങ്കിൽ ഇന്ന് പകൽനേരം ദൈവപ്രവൃത്തി കാണുവാനായിട്ട് ഇടയായിത്തീരും. ഈ വചനങ്ങൾ സ്വർഗത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവസ്ഥലം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. കർത്താവിന്റെ സ്ഥലം നമുക്ക് ധ്യാനിക്കാം. കർത്താവിന്റെ തിരുമേശ നമ്മുടെ നടുവിൽ ഉണ്ടല്ലോ. കർത്താവിന്റെ സ്ഥലം